നമസ്കാരം. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് കേരളത്തിന് പരിചയപ്പെടുത്തേണ്ട ഒരു നിയമ മേധാവി അല്ല ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ. എല്ലാ ദിവസവും എന്ന പോലെ ഹൈക്കോടതിയിലെ 5A കോടതിയിൽ നിന്ന് നമ്മുടെ എല്ലാം ജീവിതങ്ങളെ സ്പർശിക്കുന്ന അനവധി ഒബ്സർവേഷൻസും വിധി ന്യായങ്ങളും മനസ്സിലാവുന്ന ഭാഷയിൽ, വളരെ ട്രാൻസ്പെറൻ്റായ ഭാഷയിൽ നമ്മളുടെ ഒക്കെ ചിന്ത അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ ആവണമെന്ന് വിചാരിക്കുന്ന രീതിയിൽ പുറപ്പെടുവിക്കുന്ന ഒരു ന്യായാധിപനാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർ. ഏറെ സ്നേഹത്തോടെ മാതൃഭൂമി അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ സ്വാഗതം. ഓരോരുത്തർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട്, സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വർഷത്തിന് ശേഷം വളരെയധികം കൊളോണിയൽ നിയമങ്ങളുടെ അഴിച്ചുപണി നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. ക്രിമിനൽ നിയമങ്ങൾ മാറുന്നു. ഒരു ലേമാൻ സംശയത്തോടെ തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കേസുകളെ ഈ നിയമങ്ങളുടെ റീഡ്രാഫ്റ്റിംഗ് ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ? പുതിയ ക്ലോസുകളും റൂളുകളും വരുമ്പോൾ ആ കേസുകൾ എങ്ങനെ ബാധിക്കും? ഇത് എത്രമാത്രം ഇതിനെ പ്രിപ്പയർഡാണ് നമ്മുടെ ന്യായ സംഹിത? ഈ ലോ അല്ലെങ്കിൽ നിയമം എന്ന് പറയുന്നത് അതൊരു കണ്ടിന്യൂവലി ഇവോൾവിങ്, ഒരു വളരെ ഡൈനമിക്കായിട്ട് നിൽക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. ഓരോ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് വേണ്ടതും അല്ലെങ്കിൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടതുമായിട്ടുള്ള കോൺസെപ്റ്റ്സ് വച്ചിട്ടാണ് നമ്മൾ നിയമങ്ങൾ മാറിക്കൊണ്ട് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു നിയമവും സ്റ്റാറ്റിക് അല്ല. ഇതോ നമ്മൾ പറയുമ്പോൾ ഈ ഇന്ത്യൻ പീനൽ കോഡായാലും മറ്റുള്ള എല്ലാ സ്റ്റാറ്റ്യൂട്ട്സും നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ആംഗ്ലോ സാക്സൺ എന്ന് പറയുന്ന ആ ഒരു ഫിലോസഫിയിൽ നിന്നായതുകൊണ്ട് നമ്മുടെ വിചാരം അത് സ്റ്റാറ്റിക് ആണെന്നാണ്. സ്റ്റാറ്റിക് അല്ല. കാരണം അതിൻ്റെ ഇൻറ്റർപ്രിട്ടേഷന് ഓരോ കാലഘട്ടത്തിൽ നമ്മൾ മാറ്റം വന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ഓരോ ജനറേഷൻ ഓഫ് ജഡ്ജസ്, ഓരോ ജനറേഷൻ ഓഫ് ലോയേഴ്സ് ആണ് ഇത് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ഒരു 25 കൊല്ലമായിരിക്കും സാധാരണ നമ്മൾ പറയുന്നത്. ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ ജനറേഷണൽ ഷിഫ്റ്റ് അതിലും ക്വിക്കാണ്. ഒരു 5-10 കൊല്ലത്തിൽ അല്ലെങ്കിൽ അതിലും താഴെ ഷിഫ്റ്റ് വരുന്നൊരു കാലമാണ്. അപ്പോൾ ഇതേ സ്റ്റാറ്റ്യൂട്ട്സിനെ നമ്മൾ ഉപയോഗിക്കുന്ന ലോയേഴ്സും ജഡ്ജസും മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഫിലോസഫി മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഇൻറ്റർപ്രിറ്റേറ്റീവ് സ്കിൽസും മാറുന്നുണ്ട്. അത് ചിലപ്പോൾ നമ്മളത് അത്ര പെട്ടെന്ന് കാര്യമായിട്ട് നോക്കുന്നുണ്ടാവില്ലായിരിക്കാം. സോ ഈ ലോസ് എല്ലാം തന്നെ ഓവർ ദി ഇയേഴ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ദോ ഇൻ ദ പ്രിൻറ്റ് അതൊന്നു തന്നെയാണെങ്കിലും അതിൻ്റെ ഇൻറ്റർപ്രിട്ടേഷനിൽ മാറ്റമുണ്ട്. ഇപ്പോഴത്തെ ഒരു ചേഞ്ച് അതെനിക്ക് തോന്നുന്നു മനോജ് ചോദിക്കുന്നത് പെർട്ടിക്കുലർലി ഇപ്പോഴത്തെ ഭാരതീയ ന്യായ സംഹിത എന്നൊക്കെ പറയുന്ന അത് ഞങ്ങൾ ആരും തന്നെ അത് മര്യാദയ്ക്ക് ഫുള്ളി വായിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പെരിഫറിയിൽ നോക്കുന്ന സമയത്ത് ഷിഫ്റ്റ് വരുന്നത് പ്രൊസീജിയറിലാണെന്നാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ ഒരു ഇൻഹറൻ്റ്ലി അതിൻ്റെ ആ കോൺസെപ്റ്റ്സിലൊന്നും വലിയൊരു മാറ്റമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദോ ഓവർ ദ ടൈം ഇവോൾവ് ചെയ്യുന്നത് പോലെ മേ ബി ദ ലെജിസ്ലേറ്റേഴ്സ് ഓൾസോ ഫെൽറ്റ് അതിനൊരു റിവല്യൂഷൻ വേണം. പക്ഷേ ഇതെല്ലാം തന്നെ ഇറ്റ് ഓൾ ഡിപ്പെൻഡ് അപ്പോൺ വാട്ട് ദ കോർട്ട്സ് വിൽ സ്പീക്ക് ഇൻ ഫ്യൂച്ചർ. ഇതൊന്നും തന്നെ ഇപ്പോൾ ഒരു സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുന്നതല്ല. ഇതിനൊക്കെ റിവല്യൂഷൻ ഇന്ത്യയുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് തന്നെ എൻ്റെ വ്യൂവിൽ ഇറ്റ് ഇസ് ദാറ്റ് വി ആർ ഏബിൾ ടു ബി വെരി ഡൈനമിക്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടെ എല്ലാം തന്നെ വളരെ ഡൈനമിക്കാണ്. കാരണം നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി ഞാൻ സംസാരിക്കുന്ന പല സ്ഥലങ്ങളിലും ഞാൻ വളരെ പാഷനറ്റ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി. ആൻഡ് ഐ സ്റ്റിൽ മെയിൻറ്റെയിൻ ദാറ്റ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ഫൈനസ്റ്റ് ഇൻ ദ വേൾഡ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളിടത്തോളം കാലം നമ്മൾ മാറുകയോ നമ്മളെ മാറ്റുവാനോ സാധ്യമല്ല. അപ്പോൾ വെൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് സോ സ്ട്രോങ്, ചില ആൾക്കാർ എന്നെ കളിയാക്കാൻ വേണ്ടി ചോദിക്കാറുണ്ടായിരുന്നു, നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്ര സ്ട്രോങ് ആണെങ്കിൽ വൈ ഇസ് ഇറ്റ് ദാറ്റ് ഇറ്റ് ഹസ് ഗോൺ ത്രൂ സോ മെനി അമെൻമെൻറ്റ്സ്? 105 അമെൻമെൻറ്റ്സ്, 136 മറ്റു അമെൻമെൻറ്റ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അമെൻമെൻറ്റ് ബിൽസ് വന്നു. അതിൻ്റെ ആൻസർ ഇൻഹറൻ്റ് ആണ്. ഇറ്റ് ഈസ് ബിക്കോസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് സ്ട്രോങ് ഇറ്റ് ഈസ് ഏബിൾ ടു ചേഞ്ച് ഇറ്റ് സെൽഫ്. നമ്മൾ സ്ട്രോങ് ആണെങ്കിലേ നമുക്ക് നമ്മളെ മാറ്റുവാനുള്ള ശക്തി ഉണ്ടാവുള്ളൂ. നമ്മൾ വീക്കാണെങ്കിൽ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ സ്ട്രോങ് ആൻഡ് ദെയർ ഫോർ വി ആർ ഏബിൾ ടു ചേഞ്ച് ഇറ്റ്. അത് ഓവർ ദി ഇയേഴ്സ് നമ്മൾ മാറ്റിക്കൊണ്ടുവരുന്നതാണ്. അതിൻ്റെ സെയിം പ്രിൻസിപ്പിൾസാണ് എൻ്റെ വ്യൂവിൽ നമ്മുടെ ഏത് നിയമങ്ങളും മാറുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു മാറ്റത്തിൻ്റെ ഭാഗം. നത്തിങ് മോർ നത്തിങ് ലെസ്. ശരി, ഇപ്പം താങ്കൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ റീഅഷുറൻസ് കൊടുത്തപ്പോൾ തന്നെ നമ്മൾ സദസ്സിൽ നിന്ന് അതിൻ്റെ ഒരു സ്വീകാര്യത കണ്ടു. അതൊരു പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വവും ആ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ചില അജണ്ടകളെ പറ്റിയും ജനമനസ്സുകളിൽ വന്നിരിക്കുന്ന സംശയങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ ജുഡീഷ്യറി അത്തരത്തിലൊരു പ്രഷറ് താങ്ങുവാൻ, തടയുവാൻ ജുഡീഷ്യറിക്കുള്ള ശക്തി അതങ്ങനെ തന്നെ ഉണ്ടോ ഇപ്പോഴും? എനിക്ക് യാതൊരു സംശയവുമില്ല.
ഇവിടെ ഇരിക്കുന്നവർക്ക് ജുഡീഷ്യറിയെ പറ്റി ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് അറിയുമെന്ന് അറിയില്ല. ലോയേഴ്സ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലോകത്ത് ഇന്ത്യൻ സുപ്രീം കോർട്ടിൻ്റെ അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു കോടതി ഡിസൈൻ ചെയ്തിട്ടില്ല ഇതുവരെ. ബിക്കോസ് വി ഹാവ് 2 ആർട്ടിക്കിൾസ് ആണത്. ആർട്ടിക്കിൾ 141 ആർട്ടിക്കിൾ 142. ആർട്ടിക്കിൾ 141 പറയുന്നത് സുപ്രീം കോടതി പറയുന്ന എല്ലാ ജഡ്ജ്മെൻറ്റ്സും നിയമമാവും. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, ബിക്കംസ് ലോ. അപ്പോൾ ലെജിസ്ലേച്ചർ മാത്രമല്ല, സുപ്രീം കോടതി പറയുന്നതും നിയമമാണ്. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ആസ് എഫ് ഇറ്റ് ഇസ് ലോ. ലിറ്ററലി ലോ മേക്കിംഗ് ആയിട്ട് മാറുകയാണ്. ദോ ജനറലി നമ്മുടെ ലിമിറ്റ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ലെജിസ്ലേറ്റീവിൻ്റെ ആ ഒരു ബൗണ്ടറീസിനെ നമ്മൾ ട്രാൻസ്ഗ്രസ് ചെയ്യാൻ നോക്കാറില്ല. പക്ഷേ ആർട്ടിക്കിൾ 141 മേക്സ് ഇറ്റ് ലോ. സെക്കൻഡ് ആർട്ടിക്കിൾ ഇസ് ആർട്ടിക്കിൾ 142. സബ്സ്റ്റാൻഷ്യൽ ജസ്റ്റിസിന് വേണ്ടി സുപ്രീം കോടതിക്ക് ലിറ്ററലി എന്തും ചെയ്യാമെന്നുള്ള രീതിയിലാണ് ആർട്ടിക്കിൾ 142. ഫോർ സബ്സ്റ്റാൻറ്റീവ് ജസ്റ്റിസ്, ഫോർ സെക്യൂറിങ് സബ്സ്റ്റാൻഷ്യൽ ജസ്റ്റിസ്, സുപ്രീം കോർട്ട് ക്യാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും ഈ പറഞ്ഞതുപോലെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൂ മാൻസ് ദ സിസ്റ്റം. അത്രയേ ഉള്ളൂ. ഓരോ കാലഘട്ടത്തിൽ വരുന്ന ഫിലോസഫീസും, ഞാൻ പറയുന്ന പൊളിറ്റിക്കൽ ഫിലോസഫീസ് അല്ല ഞാൻ പറയുന്നത്, ഐ എം സെയിങ് ഓരോ ഇൻഡിവിജ്വൽ ജഡ്ജസിൻ്റെ ഫിലോസഫീസിൽ വ്യത്യാസങ്ങൾ വരാം. അതിനനുസരിച്ചിട്ടുള്ള ദ മാനർ ഓഫ് വർക്കിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മാറിക്കൊണ്ടിരിക്കാനും അത് മുന്നോട്ട് പോകാനും സാധിക്കും. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് ഇറ്റ് ഇസ്, ഐ എം റീറ്ററേറ്റിംഗ്, അടിവരയിട്ട് പറയുന്നു, ദർ ആർ സർട്ടൻ ബേസിക് കോൺസെപ്റ്റ്സ്. അത് ആര് വിചാരിച്ചാലും അത് മാറ്റാൻ സാധിക്കില്ല. ഇന്ത്യ വിൽ ബി ഓൾവേസ് ഇന്ത്യ ആസ് ദ വേ വി ഹാവ് ബീൻ ഓൾവേസ് ഫോർ ദ ലാസ്റ്റ് 75 years. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. ദോ ആ ഇൻഹറൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ പെരിഫറലായിട്ടും അതിൻ്റെ വർക്കിങ്ങിനുള്ള കാര്യങ്ങൾ ചിലപ്പോൾ മാറിക്കൊണ്ടേ ഇരിക്കുമായിരിക്കാം. ആർട്ടിക്കിൾ 226 നിങ്ങൾ അറിയുമെന്നറിയില്ല. ആർട്ടിക്കിൾ 226 കോൺസ്റ്റിറ്റ്യൂഷൻ, അതാണ് ഹൈക്കോടതികൾക്ക് പവർ തരുന്നത്. അതൊരു വൈഡ്ലി കൗച്ച്ഡ് ഒരു ആർട്ടിക്കിളാണ്. ഇത് ഇൻ്റർനാഷണലി നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ മനോജൻ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഹി സെഡ് ദർ വിൽ ബി എ ഗ്ലോബൽ പെർസ്പെക്റ്റീവ് ഓൾസോ. ഞാൻ ആ ഒരു പോയിന്റിൽ നിന്നാണ് പറയുന്നത്. ഒരു സ്റ്റേറ്റ് ഹൈക്കോർട്ടിന് കൊടുത്തിരിക്കുന്ന പവർ ആർട്ടിക്കിൾ 226 ആണ്. ആർട്ടിക്കിൾ 226 അനുസരിച്ച് നിങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മാത്രമല്ല, എനി സ്റ്റാറ്റ്യൂട്ടറി റൈറ്റിന് ഒരു ഇത് വരികയാണെങ്കിൽ ഹൈക്കോടതിയെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. സോ എനി വയലേഷൻ ഓഫ് എനി റൈറ്റ്, ഹൈക്കോർട്ട് ഹാസ് ദ പവർ ടു ഇൻ്റർവീൻ. ദിസ് കൈൻഡ് ഓഫ് സ്വീപ്പിംഗ് പവേഴ്സ് കൊടുത്തിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻസ്, ജുഡീഷ്യറിക്ക് കൊടുത്തിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻസ് വളരെ റെയറാണ് വേൾഡിൽ തന്നെ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് വെൽ തോട്ട് ഓഫ്. ബാബാ സാഹേബ് അംബേദ്കറിൻ്റെ ഒരു വിഷൻ, അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലുള്ള മെമ്പേഴ്സിൻ്റെ അവരുടെ ഒരു വളരെ ഡീപ്പായിട്ടുള്ളൊരു ഫിലോസഫി, അത് ഹൈലി റിഫ്ലക്റ്റഡ് ആണ്. അത് മാറിയിട്ടൊന്നുമില്ല. അതിപ്പോൾ ഡൂംസ്ഡേ സേയേഴ്സ് മേ പോസിബിളി സേ ഇതൊക്കെ മാറ്റിമറിക്കും, തിങ്സ് വിൽ ഗോ ഡിഫറെൻറ്റ്, ദിസ് വിൽ ഗോ ഓവറി, നത്തിങ് വിൽ ഗോ റോങ്. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് വെരി വെരി സ്ട്രോങ്. ഒരു കാര്യം കൂടെ ഇതിൽ ഞാൻ ഒരു തമാശ രൂപേണ പറയാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയ ആൾക്കാർക്ക്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലുള്ള ആൾക്കാർക്ക് നമ്പർ 13 യാതൊരു പേടിയും ഉണ്ടായിരുന്നില്ല എന്ന് എനിക്കറിയാം. നമ്മളറിയാം നമ്പർ 13 എന്ന് പറയുന്നത് സാധാരണ ഒരു ഭയമാണ്. ട്രിസ്കായ് ഡെക്കാഫോബിയ എന്ന് പറയുന്ന 13 ഒരു ഭയം. ആർട്ടിക്കിൾ 13 എന്താണെന്നറിയോ കോൺസ്റ്റിറ്റ്യൂഷനിൽ? ആർട്ടിക്കിൾ 13 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വെസ്റ്റ് ദി സുപ്രീം കോർട്ട് ആൻഡ് ദ ഹൈക്കോർട്ട് വിത്ത് ദ പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മോസ്റ്റ് പവർഫുൾ ആർട്ടിക്കിൾ ആണെന്നാണ് ഞാൻ എന്നും പറയാറുള്ളത്. കാരണം അവിടെയാണ് ആ ചെക്സ് ആൻഡ് ബാലൻസസ് ഏറ്റവും കൂടുതൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത്. ആർട്ടിക്കിൾ 13 എല്ലാവരും ഭയപ്പെടുന്ന ആർട്ടിക്കിൾ 13. ഇന്ത്യ ഹാസ് നോ ഫിയർ ഫോർ 13 ബിക്കോസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ആർട്ടിക്കിൾ 13 വെച്ചിട്ടാണ് നമ്മൾ ജുഡീഷ്യറി കംപ്ലീറ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനി സ്റ്റാറ്റ്യൂട്ട് വിച്ച് ഇസ് കോൺട്രി ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ, എനി ലെജിസ്ലേഷൻ വിച്ച് ഇസ് ബാഡ്, വിച്ച് ഇസ് എഗൻസ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു നിയമം വഴി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ മാറ്റിമറിക്കാൻ സാധിക്കില്ല. ദാറ്റ് വിൽ ബി സ്ട്രക്ക് ഡൗൺ ആൻഡ് വിൽ ഹാവ് ടു ബി സ്ട്രക്ക് ഡൗൺ ബൈ ഐദർ ദ സുപ്രീം കോർട്ട് ഓർ ബൈ ദ ഹൈക്കോർട്ട്സ് അണ്ടർ ആർട്ടിക്കിൾ 13 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു എസൈഡ് ചോദിക്കുകയാണ്, ഹൈക്കോടതിയിൽ 13 നമ്പർ കോടതി മുറി ഇല്ല എന്നൊരു കഥയുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ? ഹൈക്കോടതിയിൽ 13 നമ്പർ ഇല്ല, അത് ശരിയാണത്. അതെന്താണ്? അതെന്തെങ്കിലും ഭീതിയാണോ അന്ധവിശ്വാസമാണോ? അത് സബ്ജക്ട് അതല്ല എങ്കിലും 13 പറ്റി അങ്ങ് പറഞ്ഞപ്പോൾ ഐ വാസ് എക്സ്പെക്ടിങ് ദാറ്റ് ടു കം, സ്പെഷ്യലി മനോജിൽ നിന്ന്. ഹൈക്കോടതിയിൽ 13 നമ്പർ കോടതിയില്ല. ഞങ്ങൾ 8 ഫ്ലോറാണ്. 8 ഫ്ലോറിൽ ഇൻജനുവസ്ലി വി ഡിസൈഡഡ് 1A 1B 1C 1D 2A 2B 2C 2D 13 ഇല്ലാത്തോളം കാലം 13 നമ്പർ ഇല്ല. സോ ഐ എം 5A ആസ് യു സ്റ്റാർട്ടഡ് ഓഫ്. സാറിന് ആദ്യം തന്നെ സുപ്രീം കോടതിയുടെ ശക്തിയെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഒരു കോമൺ മാൻസ് ഡൗട്ടാണ്, അതായത് അയോധ്യ വിധി എഴുതിയത് ആര് എന്ന് പറയാൻ പിന്നെ എന്തിനാണ് സുപ്രീം കോടതി മടിച്ചത്, ഭയക്കുന്നത്? ഐ ഡോണ്ട് തിങ്ക് ഐ എം സംബഡി ടു സ്പീക്ക് ഓൺ ഇറ്റ്. ഇതൊരു എനിക്ക് തോന്നുന്നു ഒരു ലോ സ്റ്റുഡൻറ്റ് എന്നുള്ള നിലയ്ക്ക് ഇറ്റ് ഇസ് സംതിങ് വിച്ച് ഗ്രിപ്സ് മീ ഓൾസോ. ഐ എം നോട്ട് എ പാർട്ട് ഓഫ് ദാറ്റ് ബെഞ്ച്, യു നോ. അതിനൊരു എക്സ്പ്ലനേഷൻ ഈയിടയ്ക്ക് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ കൊടുത്തിട്ട് ഞാൻ വായിച്ചു. ഹി സെഡ് ദാറ്റ് ഇറ്റ് വാസ് എ യുനാനിമസ് ഡിസിഷൻ. എവറിബഡി തോട്ട് എലൈക്ക്.
സോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഹൂ റോട്ട് ഇറ്റ്. ബട്ട് ഫ്രാങ്ക്ലി അതിൻ്റെ ടെനോർ വായിച്ചാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ജഡ്ജ്മെൻറ്റ്സ് വായിക്കുന്ന ആൾക്കാർക്ക്, ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ ഉൾപ്പെടെ, വി ക്യാൻ മേക്ക് ഔട്ട് ഹൂ ഹസ് പ്രോബബ്ലി റിട്ടൺ ഇറ്റ്. ബട്ട് ഇറ്റ് ഈസ് ഇറലവൻറ്റ് ബിക്കോസ് അവർ പറയുന്നത് എല്ലാവർക്കും ഒരേ തോട്ടായിരുന്നു, എവറിബഡി ഹാവ് ദ സെയിം കൺക്ലൂഷൻ. സോ വി ഡിസൈഡഡ് നോട്ട് ടു ഹാവ് എനി നെയിം ടു ഇറ്റ്. അൺയൂഷ്വൽ ആണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നത്. അന്വേഷണമാണ്. അതെ. നമ്മുടെ കോടതികളുടെ മുകളിലുള്ള ജനങ്ങളുടെ ഡിപ്പെൻഡൻസ് വളരെ വളരെ അധികം വളരുന്ന സാഹചര്യമാണ് കാണുന്നത്. അതിൻ്റെ അർത്ഥം ജനാധിപത്യത്തിലുള്ള അവരുടെ വിശ്വാസം നഷ്ടപ്പെടുന്നുണ്ടോ, മറ്റ് 3 പില്ലേഴ്സിനോടുള്ള ഏതെങ്കിലും അല്ലെങ്കിൽ 2 പില്ലേഴ്സിനോടുള്ള അവരുടെ ഒരു അവിശ്വാസമാണോ ഇത്രയധികം കോടതിയെ ആശ്രയിക്കേണ്ട ഒരു ഗതിയിലേക്ക് അല്ലെങ്കിൽ ഗതികേടിലേക്ക് നമ്മുടെ ജനത എത്തുന്നത്? ഇതൊരു വളരെ കണ്ടമാനം ലെയേഴ്സ് ഉള്ളൊരു ചോദ്യമാണ് ശരിക്കും പറഞ്ഞാൽ. ഐ ട്രൈ ആൻഡ് ഡു ഇറ്റ് ആസ് ഫാർ ആസ് പോസിബിൾ ഓർ ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ. ഈ ഡോക്കറ്റ് എക്സ്പ്ലോഷൻ എന്നാണ് വിളിക്കുന്നത്, കേസുകൾ കുന്നുകൂടുന്നു എന്ന് പറയും. ഇത് അഗെയിൻ നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിനെ ഡിട്രാക്ടേഴ്സ് പറയുന്ന ഒരു കളിയാക്കുന്ന ഒരു ധ്വനിയിൽ പറയുന്ന, പെജോറേറ്റീവ്ലി പറയുന്ന ഒരു കാര്യമാണ് ഡോക്കറ്റ് എക്സ്പ്ലോഷൻ. പക്ഷേ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, വൈ ഈസ് ദെയർ എ ഡോക്കറ്റ് എക്സ്പ്ലോഷൻ? ഇറ്റ് ഈസ് ബിക്കോസ് പീപ്പിൾ ട്രസ്റ്റ് കോർട്സ്. അവരുടെ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അവരിപ്പോഴും കോടതികളെ ട്രസ്റ്റ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഡോക്കറ്റ് എക്സ്പ്ലോഷൻ നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിനുള്ളൊരു കോംപ്ലിമെൻ്റ് ആണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വളരെ ഓവർ ഓഡാണ്, കാരണം നമ്പേഴ്സ് ആർ ടു ഹൈ. ലോകത്തിൽ തന്നെ ഈ ജഡ്ജ് പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറയുന്നത് ഏറ്റവും കുറവിലുള്ളൊരു കൺട്രീസിലൊന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഒരു 33-35 ഇയേഴ്സ് മുമ്പ് ലോ കമ്മീഷൻ wanted 50 judges to 1 million people. അങ്ങനെയായിരുന്നു അവരുടെ റെക്കമെൻഡേഷൻ. അന്ന് അത് പറയുന്ന സമയത്ത് 10.5 മറ്റോ ഉണ്ടായിരുന്നില്ല. അവർ ലിറ്ററലി ദേ വർ ടോക്കിംഗ് അബൌട്ട് 5 times. പക്ഷേ ഇന്ന് ആഫ്റ്റർ ഓൾ ദീസ് ഇയേഴ്സ്, ഈ 30-32 കൊല്ലം കഴിഞ്ഞിട്ട് 87-ലായിരിക്കണം ലോ കമ്മീഷൻ റെക്കമെൻഡേഷൻ വന്നത്. വി ആർ നൗ അറ്റ് 22 ഓർ സംതിങ്, ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൺ. 21 point something ആണ് നമ്മളിപ്പോൾ ജഡ്ജ് പോപ്പുലേഷൻ റേഷ്യോ. നാച്ചുറലി നമുക്ക് ഡോക്കറ്റ് എക്സ്പ്ലോഷൻ ഇന്നവിറ്റബിൾ ആണ്, അൺഅവോയ്ഡബിൾ ആണ്. പക്ഷേ ജനങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത്, ഞാനും ഒരു പാർട്ട് ഓഫ് ദി ജനം തന്നെയാണ്. ഐ എം നോട്ട് സംബഡി ഹൂ ഈസ് എക്സ്ട്രോർഡിനറി ഓർ ബിയോണ്ട് ദാറ്റ്. ഐ എം എൻ ഓർഡിനറി മാൻ. I understand the pulse of the people also because I am an ordinary person. I am also part of the same the demographic. അവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വി ആർ കോൺഷ്യസ് ഓഫ് അവർ റൈറ്റ്സ്. ഫോർ യുവർ ഇൻഫർമേഷൻ, ഏറ്റവും കൂടുതൽ ലിറ്റിഗേഷൻ ഉള്ള ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളയാണ്. നമ്മളിവിടെ റിട്ട് പെറ്റീഷൻസ് എന്ന് പറയും, ഹൈക്കോടതിയിൽ നേരിട്ട് ആർട്ടിക്കിൾ 226 വരുന്ന കേസുകൾ 80,000, 1,00,000 കടന്ന കാലമുണ്ട്. അത് ചില ട്രൈബ്യൂണൽസ് വന്നത് മാറിയതുകൊണ്ടാണ്. 70,000-80,000 കേസസ് ആ ഇയർ പുതുതായിട്ട് ഫയൽ ചെയ്യും. റീസെൻ്റ്ലി നിങ്ങൾ വായിച്ചോന്നറിയില്ല, പേപ്പേഴ്സ് വർ ക്യാരിങ്, അത് ക്യാരി ചെയ്യേണ്ട ഒരു ന്യൂസ് ആയിരുന്നില്ല, ദാറ്റ് വി വർ ഏബിൾ ടു ഡിസ്പോസ് ഓഫ് അബൌട്ട് 85% ഓഫ് ദ കേസസ് ദാറ്റ് ആർ ഫൈൽഡ് ഫ്രഷ്. കഴിഞ്ഞ കൊല്ലം ഫയൽ ചെയ്ത ഈ പറയുന്ന 70,000-80,000 കേസുകളിൽ 85%ഓളം നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് അതൊരു നല്ല ഒരു കാര്യവുമാണ്. അതൊരു ഞാനൊരു മേന്മയായിട്ട് പറയല്ല, അല്ലെങ്കിൽ അത് ഐ എം നോട്ട് ബ്ലോയിങ് മൈ ട്രംപറ്റ്, ബട്ട് ഐ എം സീയിങ് ദാറ്റ് ഇസ് എ ഗ്രേറ്റ് എഫേർട്ട്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദെയർ റൈറ്റ്സ് ആർ ഓൾവേസ് under threat. അതിന് കാരണം എന്താണെന്നറിയോ? വി ആർ ദി ബിഗസ്റ്റ് ഡെമോക്രസി ഇൻ ദി വേൾഡ്. വി ആർ നൗ 1.4 ബില്യൺ ഒഫീഷ്യലി. നമ്മൾ ചൈനയെ ശരിക്കും പറഞ്ഞാൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പം നമ്മുടെ ഇടയിൽ കണ്ടമാനം കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഈ ജസ്റ്റിസ് എന്ന് പറയുന്ന, നീതി എന്ന് പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കൂ. വാട്ട് റിയലി ഈസ് ജസ്റ്റിസ്? ഇത് വളരെ ഫണ്ടമെൻ്റലായിട്ട് നമ്മൾ ഫിലോസഫി നോക്കേണ്ട കാര്യങ്ങളാണ്, പലപ്പോഴും നമ്മൾ ചിന്തിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? ടു ഗിവ് എവറി പേഴ്സൺ ഹിസ് ഡ്യൂ. ഇതാണ് ശരിക്ക് ഇൻഹറൻ്റ്ലി ഏറ്റവും ഓവർ സിംപ്ലിഫൈഡ് വേർഷൻ നമുക്ക് ഒരു ജസ്റ്റിസിനെ പറയാൻ പറ്റുമെങ്കിൽ, ഒരാൾക്ക് എന്താണോ അയാൾക്ക് വരേണ്ടത്, അയാൾക്ക് എന്താണോ അയാൾക്ക് ഡിസേർവിങ്, അത് കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ജസ്റ്റിസ്. ഓബ്വിയസ്ലി അങ്ങനെ എല്ലാവർക്കും അവർക്ക് വേണ്ടത് വേണമെന്ന് നമ്മൾ വാശി പിടിക്കുന്ന കാലങ്ങളിൽ ഓബ്വിയസ്ലി കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെയധികം കൂടും. ഈ കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ് തന്നെയാണ് നമ്മൾ കോടതികളിൽ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഹൈക്കോടതികളിൽ വരുന്ന ലിറ്റിഗേഷനിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു സൈഡിൽ എപ്പോഴും സ്റ്റേറ്റ് തന്നെയായിരിക്കും, ഗവൺമെൻറ്റ്സ് തന്നെയായിരിക്കും. കാരണം ഹൈക്കോടതിയിൽ വരുന്ന കേസുകൾ ഒരു ഇൻഡിവിജ്വൽ ആൻഡ് ഇൻഡിവിജ്വൽ തമ്മിലായിരിക്കില്ല. ഇറ്റ് ഈസ് ഓൾവേസ് ബിറ്റ്വീൻ ദി ഇൻഡിവിജ്വൽ ആൻഡ് ദ സ്റ്റേറ്റ്. അങ്ങനെയാണ് ആർട്ടിക്കിൾ 226 പറയുന്നത്. അതുകൊണ്ട് തന്നെ നാച്ചുറലി വരുന്ന കേസുകളുടെ ഒരു ഭാഗം സ്റ്റേറ്റ് തന്നെയാണ്. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, അവരെല്ലാവരും അവരുടെ ഡിസിഷൻസ് കറക്റ്റായിട്ട് എടുത്തിരുന്നുവെങ്കിൽ, അവർ ചെയ്തിരിക്കുന്നതെല്ലാം പെർഫെക്റ്റ് ആയിരുന്നുവെങ്കിൽ, അവർ ചെയ്യുന്നതൊന്നും തന്നെ തെറ്റായിരുന്നില്ല എങ്കിൽ ഈ കേസുകൾ വരില്ലായിരുന്നല്ലോ എന്ന് വിചാരിക്കാം. വി ആർ നോട്ട് ലിവിങ് ഇൻ എ പെർഫെക്റ്റ് വേൾഡ്. കോൺഫ്ലിക്ട്സ് ആർ ബൗണ്ട് ടു അറൈസ്, പെർട്ടിക്കുലർലി നമുക്ക് ഓരോരുത്തർക്കും റൈറ്റ്സ് നമ്മൾ എൻഫോഴ്സ് ചെയ്യുന്ന സമയത്ത്.
എല്ലാ കേസുകളും ശരിയായിട്ട് വരണം എന്നില്ല. നമ്മുടെ കോടതിയിൽ വരുന്ന എല്ലാ കേസുകളും ജെന്യുവിൻ കോസ് ആവണം എന്നില്ല. പല കേസുകളും ജെന്യുവിൻ കോസ് ആവണം എന്നില്ല എന്നുള്ളത് ഞങ്ങൾക്കും കാണാറുണ്ട്. പക്ഷേ 90% കേസുകളും എൻ്റെ മുമ്പിൽ അപ്പിയർ ചെയ്യുന്ന ലോയേഴ്സിന് അത് വ്യക്തമായിട്ട് അറിയാം. ഞാൻ വളരെ ഓപ്പണായിട്ട് എൻ്റെ കോടതി തുടങ്ങുന്ന കാലത്ത് 7.5 കൊല്ലമായി ഞാനിപ്പോൾ ബെഞ്ചിൽ. ഐ വാസ് എ പ്രാക്ടീസിങ് കൗൺസിൽ. ഞാൻ ഹൈക്കോടതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത ഒരു സീനിയർ കൗൺസിൽ ആയതുകൊണ്ട് ഞാൻ വളരെ ഓപ്പണായിട്ട് എനിക്ക് ധൈര്യമായിട്ട് പറഞ്ഞ ഒരാളാണ്. ഐ സെഡ് ഐ എം സിറ്റിംഗ് ഹിയർ ടു ഗ്രാന്റ് റാദർ ദാൻ ടു ഡിനൈ എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. എനിക്ക് പറയാൻ ഇന്നും മടിയില്ല. അന്നും പറഞ്ഞിരുന്നു, ഇന്നും പറയാൻ എനിക്ക് മടിയില്ല. ഞാൻ എന്നെപ്പറ്റി പറഞ്ഞതല്ല. അപ്പോൾ വെൻ ദർ ഇസ് എ ഡിസ്ക്രിപ്ഷൻ, ഈ ആർട്ടിക്കിൾ 226 നമുക്ക് തരുന്നൊരു പവർ എന്ന് പറയുന്നത് നമുക്കൊരു കേസിനെ എങ്ങനെ ഡിസൈഡ് ചെയ്യണം എന്നുള്ളതിന് കണ്ടമാനം ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ മുമ്പിൽ വരുന്ന അയാളുടെ ഒരു വിഷമം അല്ലെങ്കിൽ അയാളുടെ ഒരു പാത്തോസിനെ വേ ചെയ്തുകൊണ്ടാണ്. ഞാൻ നേരത്തെ ഐ ഹേർഡ് എ ലേഡി സ്പീക്ക്. അവർ വളരെ പാഷനറ്റായിട്ട് സംസാരിക്കുന്നത് കണ്ടു. ദിസ് ഈസ് ഹൗ ലൈഫ് ഇസ്. നമ്മൾ കാണാത്തൊരു വശമുണ്ട് ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന ലൈഫിൽ നമ്മൾ കാണാതിരിക്കുന്ന പല 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 കാര്യങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കില്ല. വെൻ ഷീ വാസ് സ്പീക്കിംഗ്, ഞാൻ ശരിക്കും അത് വളരെ അറ്റൻറ്റീവായിട്ട് കേൾക്കുകയായിരുന്നു. ഞാൻ അപ്പോൾ വന്ന് കയറിയതേ ഉണ്ടായിരുന്നുള്ളൂ. ഐ എം ഹാപ്പി ദാറ്റ് എ വാക്ക്ഡ് ഇൻ. ഷീ വാസ് ടോക്കിംഗ് അബൌട്ട് ഹെർ ലൈഫ് എക്സ്പീരിയൻസസ്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവില്ല. നമുക്കത് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് അത് മുന്നിലേക്ക് പോകാനോ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറി അവരുടെ അവർ പണ്ടാരോ പറയും, ബിഫോർ യു ജഡ്ജ് എ പേഴ്സൺ എൻറ്റർ ഹിസ് ഷൂസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് എവറി കോൺഫ്ലിക്റ്റ് ദാറ്റ് കംസ് ടു ദ കോർട്ട്, എല്ലാ കേസുകളും കോടതിയിൽ വരുന്നത് അതൊരു ഹ്യൂമൻ ഇഷ്യൂ ആണ്. ആ വരുന്ന ആൾക്ക് അയാളുടെ ജീവിതം വെച്ചിട്ടാണ് ആ കേസുകൾ അയാളെ സംബന്ധിച്ചിടത്തോളം. ഞാൻ തമാശയ്ക്ക് പറയും, നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഡോക്ടർ കാണുമ്പോൾ പറയണം, ഓ ഇതൊരു ചുമ മാത്രമല്ലേ, പനി മാത്രമല്ലേ, നിങ്ങൾ പൊക്കോളൂ, നോ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളെ സംബന്ധിച്ചോളം ആ സമയത്ത് നമ്മുടെ ആ ചുമയും പനിയും നമ്മുടെ ജീവിതം നശിപ്പിക്കുന്ന പോലെ നമുക്ക് തോന്നുക. ഓ വയ്യ, ഐ എം ഫെഡപ്പ്, എനിക്കിനി ജീവിക്കേണ്ട എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കും നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നത്. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, സോറി ഇതൊരു പനിയല്ലേ, ഞാനത് ട്രീറ്റൊന്നും ചെയ്യാറില്ല, പ്ലീസ് ഗോ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് നമ്മൾ ഓരോ ഫയലും. എവറി ഫയൽ ഇസ് എ ഹ്യൂമൻ ലൈഫ്. എവറി കേസ് ദാറ്റ് ഇസ് ബ്രോട്ട് ടു അസ് ഇസ് എ ഹ്യൂമൻ ലൈഫ്. അതിനെ നമ്മൾ മനുഷ്യനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവരുടെ ഷൂസിലേക്ക് ഇറങ്ങിച്ചെന്നാണെങ്കിൽ എല്ലാത്തിനും ഒരു ശരിയുണ്ടാവും, എല്ലാത്തിലും ചിലപ്പോൾ കുറച്ച് തെറ്റും ഉണ്ടാവും. ദർ ആർ നോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇൻ എനി ലിറ്റിഗേഷൻ. എനിക്കറിയില്ല, ഞാനൊരു 1,00,000 കേസ് ഇതുവരെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. സ്റ്റാറ്റിസ്റ്റിക്കലി ഞാനൊരു 10,000-40,000 കേസ് തീർത്തൊരാളായിരിക്കും. അപ്പോൾ ഇത്രയും കേസുകൾ കേട്ടതിൽ, ടേക്ക് ഇറ്റ് ഫ്രം മീ, ഒരു കേസ് പോലും എനിക്ക് 100% ശരിയാണെന്നോ 100% തെറ്റാണെന്നോ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം എവറിത്തിങ് ഈസ് ഗ്രേ, നോട്ട് വൈറ്റ് ആൻഡ് ബ്ലാക്ക്. ഇതിൽ രണ്ടിൻ്റെയും ഇടയിലൊരു ഷെയ്ഡായിരിക്കും എപ്പോഴും ഉള്ളത്. ഇന്ന് രാവിലെ ഞാൻ വെൻ ടു ദി സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ്. ആ കുട്ടികളെ കണ്ടപ്പോൾ ഐ വാസ് വെരി വെരി ഹാപ്പി. ബിക്കോസ് നമ്മുടെ അടുത്ത ജനറേഷൻ കുട്ടികളെ ഞാൻ കാണുന്നത്, ബ്രില്യൻ കുട്ടികൾ. ദർ അബൌട്ട് 600 സ്റ്റുഡൻസ് ഫ്രം ഓൾ ഓവർ കേരള. എല്ലാ സ്കൂളുകളിൽ നിന്നും അവിടെ ഉണ്ട്. ഞാൻ അവർക്കൊരു കാര്യം പറഞ്ഞു കൊടുത്തു. തിയോഡോർ റൂസവെൽറ്റിൻ്റെ ഒരു വലിയ ഫേമസ് കൊട്ടേഷനാണത്. അത് കുട്ടികൾ കേൾക്കണം തോന്നി. ഐ തിങ്ക് ദി നെക്സ്റ്റ് ജനറേഷൻ ക്യാൻ ഓൾസോ ഹിയർ ഇറ്റ്. അതിൽ പറയുന്നത്, വാട്ട് ഈ സെഡ് വാസ് വെരി വെരി പോയിനറ്റ്. അദ്ദേഹം പറഞ്ഞത്, ജസ്റ്റിസ് കൺസിസ്റ്റ് ഇൻ നോട്ട് ബീയിങ് ന്യൂട്രൽ ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റോങ്. ഇറ്റ് ഈസ് ഫൈൻഡിങ് ഔട്ട് ദ റൈറ്റ് wherever it is found and upholding it against the wrong. ഇതാണ് ശരിക്കും ജസ്റ്റിസിൻ്റെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഞാൻ കുറേ കാലമായിട്ട് വായിച്ചിട്ടുള്ളത്. ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്, ഐ എം നോട്ട് സെയിങ് ദാറ്റ് വി ആർ ഓൾ പെർഫെക്റ്റ്. ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്, ടു ദി എക്സ്റ്റെൻറ്റ് പോസിബിൾ, ഞങ്ങൾ ചെയ്യാൻ നോക്കുന്നതും അത് തന്നെയാണ്. വി ആർ ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് ദ ട്രൂത്ത് ആൻഡ് ഹോൾഡ് ഇറ്റ് എഗൻസ്റ്റ് ദ റോങ്. അതാണ് പ്രിൻസിപ്പൾ. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം അവരുടെ ഡിസിഷൻസിൽ പല 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 കാര്യങ്ങളുണ്ടാവാം. അവർക്ക് പല ഇൻട്രസ്റ്റ് അവർക്ക് കൺട്രോൾ ചെയ്യേണ്ടി വരുമായിരിക്കാം. അവർക്ക് അവരുടെ കൂടെയുള്ള ആൾക്കാരാണോ എതിരുള്ള ആൾക്കാരാണോ നോക്കേണ്ടി വരുമായിരിക്കാം. അവർക്ക് റെലവൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണോ അല്ലയോ എന്ന് നോക്കേണ്ടി വരുമായിരിക്കാം. വോട്ട് ബാങ്ക് ആണോ അല്ലയോ എന്ന് നോക്കേണ്ടി വരുമായിരിക്കാം. പക്ഷേ ഇറ്റ് കംസ് ടു ജുഡീഷ്യറി, റിയലി സ്പീക്കിംഗ്, ഇറ്റ് മേക്സ് നോ ഡിഫറൻസ്. I very clearly, and I've been candid enough to call my petitioners who come to me as VIPs, and I still maintain they are VIPs. താങ്ക് യു. ഞാനത് ഇൻറ്ററപ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചോദ്യം റിസർവ് ചെയ്ത് വെച്ചു. അതായത് ഒരു സ്റ്റേറ്റിൽ നമ്മൾ വിശ്വസിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ഹൈക്കോടതിയിൽ വരുന്ന കേസുകളുടെ ഒരു ഘടന നോക്കിയാൽ കാണാം, പലതും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. KSRTCയുടെ പെൻഷൻ, ആനിമൽ റൈറ്റ്സ് വയലേഷൻ, തെരുവ് നായ ശല്യം. അപ്പോൾ ഇങ്ങനൊരു സ്റ്റേറ്റിൻ്റെ ഫെയിലിയറും ആ സ്റ്റേറ്റിൻ്റെ ഫെയിലിയറെ ശാസിക്കുന്ന ഒരു ഹൈക്കോടതിയും അല്ലെങ്കിൽ സുപ്രീം കോടതി, ഇപ്പോൾ ശ്രീ ജഗൻ കമ്മിറ്റിയുണ്ട്, ഈ ഒരു രീതിയിൽ പോകുമ്പോൾ ജനങ്ങളുടെ വിശ്വാസം കൂടുതൽ ജുഡീഷ്യലിലേക്ക് മാറുകയാണ്. അത് ഒരു ജനാധിപത്യത്തിന് നല്ലതാണോ? വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ജുഡീഷ്യറിയിലേക്ക്
ജനങ്ങളെ ട്രസ്റ്റ് വരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ മോശമെന്ന് പറയുമോ? ഇറ്റ്സ് ഓൺലി ഗുഡ് ഫോർ മീ. പക്ഷേ ഒരു അബ്സ്ട്രാക്ട് പ്രിൻസിപ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഫ് ദ ഗവൺമെൻറ്റ്സ് ഓൾവേസ് ഡു റൈറ്റ് ദർ വിൽ ബി നോ ലിറ്റിഗേഷൻ എന്ന് പറയുന്ന പോലെയാണ്. പക്ഷേ മനോജ്, അത് ശരിയാവണം എന്നില്ല. ഈവൺ വെയർ ദ ഗവൺമെൻറ് ഡസ് റൈറ്റ് ദർ ആർ ലിറ്റിഗേഷൻസ്. അപ്പോൾ ഗവൺമെൻറ് ശരിയായിട്ടുള്ള ഒരു തീരുമാനം എടുത്തതിൽ പോലും അതിൽ ഇഷ്ടമല്ലാത്ത ആൾക്കാർ കോടതിയിൽ കേസും കൊണ്ട് വരാറുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് റിയലി എ ക്വസ്റ്റൻ ഓഫ് റൈറ്റ് ആൻഡ് റോങ്. റിയലി എസെൻഷ്യലി നമ്മൾ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് നോക്കുമ്പോൾ എന്താണ് ശരി, എന്താണ് തെറ്റ്, ആഫ്റ്റർ ഓൾ ഇവിടെ ഇരിക്കുന്ന ആർക്കാണ് വാട്ട് ഈസ് ശരി ആൻഡ് വാട്ട് ഈസ് റോങ് എന്ന് ഡെഫിനറ്റായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുക? അത് ഓരോ സമയവും, ഓരോ സർക്കംസ്റ്റാൻസ്, ഓരോ കാലഘട്ടം, ഓരോ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കില്ലേ? തോന്നുന്നില്ലേ? ഇപ്പോൾ കളവ്, കക്കുന്നത് ഷുവർലി തെറ്റാണല്ലേ? ആരെങ്കിലും സമ്മതിക്കും ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ഒരു കളവ് നടത്തുന്നത് ശരിയാണെന്നുള്ളത്? വളരെയധികം വിശന്ന് മരിക്കാൻ കിടക്കുന്ന ഒരാൾ ഒരു സ്ഥലത്ത് പോയി ഒരു ബ്രെഡിൻ്റെ പീസ് എടുത്തുകൊണ്ട് പോയാൽ അതിനെ കളവെന്ന് വിളിക്കുമോ? ദിസ് ഇസ് ഹൗ ദ ലോ റിക്വയർസ് ടു ബി ഇൻ്റർപ്രറ്റഡ്. ഇതിനൊരു അബ്സ്ട്രാക്ട് സെൻസിൽ നമ്മൾ എല്ലാം ശരിയാണ്, എല്ലാം തെറ്റാണ്, ഇതാണ് ശരി, ഇതാണ് തെറ്റെന്ന് പറയുന്ന ഒരു ജഡ്ജ് ഉണ്ടെങ്കിൽ ഐ തിങ്ക് ഹി മസ്റ്റ് സ്റ്റെപ്പ് ഡൗൺ. ബിക്കോസ് നമുക്കറിയില്ല. ഞാൻ ഇന്നലെയോ ഇനിയൊന്നോ ഒരു സ്പീച്ചിൽ പറയുകയും ചെയ്തു. അത് നമ്മൾ പഠിക്കുന്ന സമയത്ത്, ജഡ്ജസായിട്ട് നമ്മൾ വരുന്ന സമയത്ത് നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞു തരുന്നത് എപ്പോഴും ഒരു കാര്യമുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. നമ്മൾ ആരും തന്നെ മനുഷ്യനെ ജഡ്ജ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരല്ല. നമ്മൾ ഒരാൾ പോലും, ഈ ഇരിക്കുന്ന ആളായിക്കോട്ടെ, ഞാനായിക്കോട്ടെ, മനോജ് ആയിക്കോട്ടെ, വി ഹാവ് നോ അതോറിറ്റി, വി ഹാവ് നോ റൈറ്റ്, വി ഹാവ് നോ കപ്പാസിറ്റി ടു ജഡ്ജ് എ പേഴ്സൺ. ആസ് എ ജഡ്ജ് ഞാൻ ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്താ? നോട്ട് ടു ജഡ്ജ് യു. ഐ കാൺട്ട് സേ ഇരിക്കുന്ന അദ്ദേഹം നല്ല മനുഷ്യനാണ്, അദ്ദേഹം മോശം മനുഷ്യനാണെന്ന് പറയാനല്ല എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ജഡ്ജ് ഇസ് ആക്ഷൻസ്. അദ്ദേഹത്തിൻ്റെ ആക്ഷൻസിൽ വരുന്ന, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ആക്ഷൻസിൽ വരുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ വേണ്ടി മാത്രം, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ്റെ കപ്പാസിറ്റി മാത്രമേ എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എനിക്ക് തന്നിട്ടുള്ളൂ. ഐ എം നോട്ട് സിറ്റിംഗ് ഹിയർ ആസ് എ ഗോഡ്. ഐ എം നോട്ട് സിറ്റിംഗ് ഹിയർ ടു സേ ഈശ്വരന് മാത്രമേ ഒരു മനുഷ്യനോ ഒരു ജീവജാലം ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഈശ്വരൻ എന്ന് പറയുന്നത് ഞാൻ സെക്കുലറായിട്ട് തന്നെയാണ് പറയുന്നത്. ഇന്ന ഈശ്വരൻ എന്നല്ല, നമ്മൾ വിശ്വസിക്കുന്ന ഒരു ലാർജർ ഫോഴ്സ്. ആ ഫോഴ്സിനല്ലാതെ ഒരു ലോകത്ത് ഒരു ഫോഴ്സിനും, ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു ജീവജാലമോ അയാൾ ശരിയാണെന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പറയുകയോ അയാൾ ശരിയല്ല എന്ന് ഡെഫിനറ്റായിട്ട് പറയാനോ സാധിക്കില്ല. വാട്ട് വി ആർ ഡൂയിങ് ഇസ് ജഡ്ജിങ് ആക്ഷൻസ്. ആ കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഓരോ ഗവൺമെൻറ്റൽ ആക്ഷൻ അണ്ടർ സ്ക്രൂട്ടിനിയാണ്, പെർട്ടിക്കുലർലി കേരളത്തിൽ. കമ്മിങ് ബാക്ക് ടു ദി KSRTC പെൻഷൻ, ഞാനത് പറയാൻ പാടില്ല, കാരണം ഐ ആം ഇൻ ചാർജ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കേസ്. ഞാനാണത് കേൾക്കുന്നത്. അതിലും നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ റൈറ്റ് ആൻഡ് റോങ് എവിടെയാണെന്നുള്ളത് സത്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സ്റ്റാൻഡ്, ഈ പെൻഷൻ കിട്ടുന്ന ആൾക്കാർ അവരുടെ ഒരു സിറ്റുവേഷൻ, അവരുടെ ഇതിലേക്ക്, അവിടെയും ശരി തെറ്റല്ല നമ്മൾ സംസാരിക്കുന്നത്. ടേക്ക് ഇറ്റ് ഫ്രം മീ, ഇതൊന്നും നമ്മൾ ശരി തെറ്റിൻ്റെ കോൺസെപ്റ്റ്സിലല്ല പോകുന്നത്. വി ആർ ടോക്കിംഗ് ഫ്രം ദി ആംഗിൾ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. പ്യുവർലി ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ആംഗിളിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദിസ് ഈസ് വാട്ട് മേക്സ് ദി ഇന്ത്യൻ കോർട്സ് ഡിഫറെൻറ്റ് ഫ്രം വേരിയസ് അതർ കോർട്സ്. കാരണം നമ്മൾ മിക്കവാറും വി ആർ ടെമ്പേർഡ് ബൈ എംപതി, സിമ്പതി, ആൻഡ് വി ആർ ഗൈഡഡ് ബൈ ദാറ്റ് കോൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഈ പെൻഷൻ കിട്ടാതിരിക്കാൻ ഒരു കാരണം ഉണ്ടായിരിക്കാം ഗവൺമെൻറ് പറയാം, ഇന്ന കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ കിട്ടാത്തൊരാളുടെ സൈഡിലേക്ക് നമ്മൾ നിന്ന് നോക്കണം. അവിടെ നമ്മൾ സ്കെയിൽസ് വേ ചെയ്യുമ്പോൾ എവിടെയാണ് കൂടുതൽ ഡിസ്ട്രെസ്, എവിടെയാണ് കൂടുതൽ ബുദ്ധിമുട്ട് എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ അനലൈസ് ചെയ്യേണ്ടി വരിക. സോ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതൊന്നും അത്ര എളുപ്പത്തിൽ നമുക്ക് ഒരു വൺ ലൈൻ ട്രാക്കിൽ, ഒരു വൺ വേ ട്രാക്കിൽ കൂടെ ഇങ്ങനെ പോയാൽ നിങ്ങൾ ഇന്ന സ്ഥലത്ത് എത്തുമെന്ന് പറയാൻ പറ്റില്ല. നിയമത്തിൽ ഞാൻ എപ്പോഴും പറയും, ഒന്നും എപ്പോഴും രണ്ടാവണം എന്നില്ല. ചില സമയത്ത് നിയമങ്ങളിൽ 1 11 ആവാം. ഈ കോമൺ മാൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ പോലും അവിടെ വരുന്ന ഒരു ജെന്യുവൻ സംശയമുണ്ട്, ഒരു കോമൺ മാൻ സംശയം. ഇത്രയധികം കുമ്പർസം ഒരു ലീഗൽ പ്രോസസ്സ് നമുക്ക് ആവശ്യമുണ്ടോ? വിദേശ കോടതികളിൽ വളരെ നമുക്ക് നമ്മുടെ കേസ് നേരിട്ട് പോയി പറയാം. നമ്മൾ യൂട്യൂബിലോ കാണുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറക്കുന്നു, അമേരിക്കയിലെ ഒരു ജഡ്ജ് ട്രാഫിക് കേസുകൾ കേൾക്കുന്നു, ട്രസ്റ്റിൽ നിന്ന് ഫൈൻ അടയ്ക്കാൻ പറ്റും. അപ്പം ഒരു ജനകീയമാവേണ്ട സമയം അതിക്രമിച്ചില്ലേ? എന്തിനാണ് ഒരു വലിയ ഒരു ഐവറി ടവറിൽ ഇന്നും ഇന്ത്യൻ ജുഡീഷ്യറിയെ സ്ഥാപിക്കേണ്ട ആവശ്യം എന്താണ്? അമേരിക്കയിൽ ഇപ്പോൾ മനോജ് പറഞ്ഞ ജഡ്ജ് എന്ന് പറയുന്നത് ഇസ് എ വെരി പോപ്പുലർ മാൻ അറൗണ്ട് ദ വേൾഡ്. പക്ഷേ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഹീ ഈസ് ഹെഡിങ് എ കോർട്ട് വിച്ച് ഇസ് നോട്ട് എ കോർട്ട് ഓഫ് റെക്കോർഡ്. ഈ കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫയൽ ചെയ്യുന്ന ഓരോ മാറ്ററും, പെറ്റീഷൻസ് ആയിക്കോട്ടെ, കൗണ്ടർ അഫിഡവിറ്റ്സ് ആയിക്കോട്ടെ, റിജോയിൻഡേഴ്സ് ആയിക്കോട്ടെ, ജഡ്ജ്മെൻറ്റ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം റെക്കോർഡാണ്. ഈ പറയുന്ന മില്യൺസ് ഓഫ് കേസുകൾ ഇന്ത്യയിൽ എവ്രി ലൈൻ, എവ്രി പേപ്പർ ഇസ് റെക്കോർഡ്. ദാറ്റ് ഇസ് വാട്ട് ഇസ് നോൺ ആസ് എ കോർട്ട് ഓഫ് റെക്കോർഡ്. മനോജ് പറയുന്ന ഈ പർട്ടിക്കുലർ കോർട്ട് ഇസ് നോട്ട് എ കോർട്ട് ഓഫ് റെക്കോർഡ്. അവിടെ അദ്ദേഹം വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നു. നമ്മുടെ ഇടയിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലുള്ള ഏറ്റവും ചെറിയ കോടതി, ചെറുതെന്ന് ഉദ്ദേശിക്കുന്നത് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് അതോറിറ്റി, ഐ എം സെയിങ് ആ ഹൈറാർക്കിയിലുള്ള ഏറ്റവും താഴെയുള്ള കോടതിയെക്കാട്ടിലും
അല്ലെങ്കിൽ അതിൻ്റെ ലെവലാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. നമ്മുടെ ഇവിടെ മുൻസിഫ് മാജിസ്ട്രേറ്റ് എന്ന് പറയുന്നതിനേക്കാൾ. The question was basically അതെ, I'm about going the to come to that. transparency അപ്പോൾ of ഈ legal process. നമ്മൾ കോർട്ട് ഓഫ് റെക്കോർഡ് ആവുന്നതുകൊണ്ട് നിലത്തിരിക്കുന്ന ചെയറില്ലാത്തതുകൊണ്ടാണോ? യു കെൻ ജസ്റ്റ് ഗിവ് ദം സം ചെയർസ് ഓർ യു കെൻ കം ആൻഡ് സിറ്റ് ഹിയർ. വരൂ യു ഗോട്ട് ചെയർസ് ഇൻ. അപ്പോൾ കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നാച്ചുറലി ഇത് ഫയൽ ചെയ്യണം, ഒരു പെറ്റീഷൻ പ്രിപ്പയർ ചെയ്യണം, അതിൻ്റെ കൗണ്ടർ കൊടുക്കണം. അതിൽ കൂടുതൽ ഒരു കമ്പർസമാണ് ഇന്ത്യൻ സിസ്റ്റം എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നുന്നില്ല. ഇവിടെ വക്കീലന്മാർ വരുന്നത് ബിക്കോസ് ആ റൂൾസ് ഓഫ് പ്രൊസീജിയർ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ഇൻ എ കംപ്ലീറ്റ്ലി എബ്സ്ട്രാക്ട് സെൻസ് മനോജ് പറയുന്നത് ശരിയാണ്. ഐഡിയൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആർക്ക് വേണമെങ്കിലും കോടതിയിൽ കയറി ചെന്ന് നമുക്ക് നമ്മുടെ ഒരു സങ്കടം പറയുവാനും ആ സങ്കടം അത് അനലൈസ് ചെയ്ത് നമുക്കൊരു ജഡ്ജ്മെൻറ്റ് കിട്ടുവാനുള്ള ഒരു സാഹചര്യം വരിക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് ഇത്രയും ഒരു പോപ്പുലസ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ അത് എത്രത്തോളം സാധ്യമാവും എന്നുള്ളത് എനിക്ക് സംശയവുമാണ്. പെർട്ടിക്കുലർലി വെൻ ഓൾ അവർ റെക്കോർഡ്സ് ഹാവ് ടു ബി മെയിൻറ്റെയിൻഡ് ഓൺ എ റെഗുലർ ബേസിസ്. പക്ഷേ അറിയില്ല, ഓവർ ദി ഇയേഴ്സ് ഈ ടെക്നോളജിക്കൽ വ്യത്യാസം വരുമ്പോൾ ഇപ്പം തന്നെ ഈ ഫയലിംഗ് തുടങ്ങി, ജഡ്ജ്മെൻറ്റ്സ് ആർ അവൈലബിൾ ഓൺ നെറ്റ്. ഇപ്പം പഴയതുപോലെ എല്ലാം തോന്നുന്നു അല്ലേ, ഞങ്ങളുടെയൊക്കെ ജഡ്ജ്മെൻറ്റ്സ് നിങ്ങൾക്ക് തന്നെ ആക്സസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഇറ്റ്സ് പോസിബിൾ. അല്ല സാർ, അത് മാത്രമല്ല ഞാൻ ചോദിച്ചത് ഇപ്പം നമുക്കൊരു ഒരു വ്യവഹാരമുള്ളൊരു വ്യക്തിക്ക് ആ വ്യവഹാരമായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു ലീഗൽ ലിറ്ററസിയുടെ കുറവ് ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പറ്റിക്കപ്പെടുന്നുണ്ട്. ലീഗലീസ്, ആ ഭാഷയിലെ ലീഗലീസ് ഒരു സാധാരണക്കാരൻ മനസ്സിലാവുന്നില്ല. പല നിയമങ്ങളുടെ ഇൻ്റർപ്രിറ്റേഷൻ കൊടുക്കുന്നു. അപ്പോൾ ഒരു സാധാരണക്കാരൻ, ഒരു പെൻഷനർ തന്നെ എടുത്തോളൂ ഉദാഹരണമായിട്ട്, അദ്ദേഹത്തിന് ചിലപ്പോൾ പലപ്പോഴും മനസ്സിലാവില്ല എന്താണ് എഴുതി വരുന്നത് എന്നുള്ളത്. അതാണ് ഞാൻ ചോദിച്ചത്. ആബ്സല്യൂട്ട്ലി റൈറ്റ്. അതിന് ഏറ്റവും വലിയ ഗിൽറ്റി പേഴ്സൺ ഞാനായിരിക്കാം. എൻ്റെ ലാംഗ്വേജിൻ്റെ യൂസ് പല ആൾക്കാരും പറയാറുണ്ട്, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഓപ്പറേറ്റ്. അത് എന്നെ ട്രെയിൻ ചെയ്ത് എൻ്റെ സീനിയേഴ്സിൻ്റെ ഒക്കെ, ബിക്കോസ് ലാംഗ്വേജിനോടൊരു ഇന്നിവിടെ വന്നത് തന്നെ ഇതൊരു ലിറ്ററേച്ചർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ ലോ പറയാനല്ല ശരിക്കും വന്നത്. ഐ എം എ സ്റ്റുഡൻറ്റ് ഓഫ് ലിറ്ററേച്ചർ, ഐ എം എൻ എഫിഷ്യൻ്റ് ഓഫ് ലിറ്ററേച്ചർ. അത് മനസ്സിലായിട്ടാണ് ഞാൻ മനോജ് വിളിച്ചപ്പോൾ ഓടി വന്നത്. പക്ഷേ ഈ ലാംഗ്വേജിൻ്റെ ഒരു സ്കില്ലെന്ന് പറയുന്നത് നമ്മുടെ ലാംഗ്വേജ് സ്കില്ല് കാണിക്കുമ്പോൾ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ട് വരികയാണ്. അത് ശരിയാണ്. ഞാൻ നിങ്ങൾക്കൊരു തമാശ പറഞ്ഞുതരാം. ഒരു പർട്ടിക്കുലർ കേസിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയും. നമ്മുടെ ഒരു ജഡ്ജ്മെൻറ്റ് കംപ്ലൈ ചെയ്യാതെ ഒരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കേസ് വന്നു. അപ്പോൾ ഗവൺമെൻറ് പീരീഡിനോട് ഞാൻ ചോദിച്ചു, ഇതെന്താ കണ്ടംപ്റ്റ് വന്നത്? ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ വെരി ഡിഫിക്കൽട്ട് ഡിസിഷൻ ടു ബി ടേക്കൺ. അദ്ദേഹം വളരെ കാൻഡിഡായിട്ട് എന്നോട് പറഞ്ഞു, സാറിൻ്റെ ജഡ്ജ്മെൻറ്റ് അയാൾക്ക് വായിച്ച് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. സോ ഐ സെഡ് ദെൻ ട്രാൻസ്ലേറ്റ് ഇറ്റ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ട്രാൻസ്ലേഷനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് സുപ്രീം കോടതി പറഞ്ഞിട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ജഡ്ജ്മെൻറ്റ് അത്ര ഒരു ഡിഫിക്കൽട്ട് ലാംഗ്വേജിൽ എഴുതിയ ഒരാളല്ല ഞാൻ. എൻ്റെ നോർമൽ ജഡ്ജ്മെൻറ്റ്സ് ഇങ്ങനെ ആയിരിക്കണം എന്നില്ല. പക്ഷേ യെസ്, ഇറ്റ് ഇസ് പോസിബിൾ. ബിക്കോസ് നമ്മളെല്ലാവരും തന്നെ ഇംഗ്ലീഷ് ഭാഷ അങ്ങനെ പഠിച്ചു വരുന്ന ആൾക്കാരാവണം എന്നില്ല. യെസ്, മനോജ് പറയുന്നത് ശരിയാണ്. ബട്ട് വി ഹാവ് എ സിസ്റ്റം നൗ, വി ഹാവ് എ ട്രാൻസ്ലേഷൻ. പിന്നെ നിങ്ങൾക്ക് ലീഗൽ എയ്ഡ് സിസ്റ്റംസ് ഉണ്ട്. കേരള എന്ന് പറയും, കേരള ലീഗൽ എയ്ഡ് സർവീസസ് അതോറിറ്റി. ഇങ്ങനെ പല പല സിസ്റ്റംസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതെല്ലാം എല്ലാവർക്കും ലഭ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് തന്നെ ആയിരിക്കാം. ബട്ട് മെജോറിറ്റിക്ക് കിട്ടുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു കാലം അങ്ങനെ വരികയാണെങ്കിൽ ഐ പ്രേ ഫോർ ഇറ്റ്. ഒരു കോമൺ മാൻസ് ഡൗട്ടായിട്ട് കണ്ടാൽ മതി. എൻ്റെ അടുത്ത ചോദ്യം കൂടെ, അതൊക്കെ ഈ സീനിയർ അപ്പിയറൻസ് എന്ന് പറഞ്ഞിട്ട് വളരെ മുതിർന്ന വക്കീലന്മാർ വരികയും അവർ വരുമ്പോൾ തലേദിവസം വരെ കേട്ട കോടതിയല്ല ഇന്ന് ആ കോടതിയുടെ അപ്രോച്ച് എന്ന് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? മനോജ് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു കേസ് എൻ്റെ സൈഡിൽ നിന്നാണെങ്കിൽ ഐ ആം അൺഫിറ്റ് ടു ബി എ ജഡ്ജ്. ഐ എം ജസ്റ്റ് സെയിങ്, ഐ കൻ ഓൺലി സ്പീക്ക് ഫോർ മൈസെൽഫ്. ഐ എം അൺഫിറ്റ് ടു ബി എ ജഡ്ജ്. ബിക്കോസ് നമ്മൾ ഓരോരുത്തരെ നോക്കിയിട്ടല്ല ഒരിക്കലും നമ്മൾ കേസ് ഡിസൈഡ് ചെയ്യേണ്ടത്. ചെയ്യുന്നതും അത്രത്തോളം പറ്റുന്നത്രയും നമ്മളത് ചെയ്യാതിരിക്കാനാണ് നോക്കുന്നത്. പക്ഷേ എഗെയിൻ സീനിയർ എന്ന് പറയുമ്പോൾ ഐ വാസ് ഓൾസോ എ സീനിയർ കൗൺസിൽ. ഞാനും ഡെസിഗ്നേഷൻ കിട്ടിയ ഭാഗ്യം കിട്ടിയ ഒരാളാണ്. സീനിയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്നത് എന്നെ വെച്ചിട്ടല്ല. ഏറ്റവും കൂടുതൽ ഒരു എക്സ്പെർട്ടീസ് ഉണ്ട്. അവർ ഏറ്റവും നമ്മളെ ഇടയിൽ ഇപ്പോൾ എക്സ്പേർട്സ് ഉണ്ടല്ലോ, ഈവൻ ജേർണലിസ്റ്റ്, ദർ ആർ എക്സ്പേർട്ട് ജേർണലിസ്റ്റ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ലെവലിൽ എത്തുകയും അതിന് എക്സ്പെർട്ടീസ് കിട്ടിയ ആൾക്കാരെയാണ് സാധാരണ നമ്മൾ സീനിയറായിട്ട് വയ്ക്കുക. നാച്ചുറലി അവർക്ക് അവരുടെ ആ ഒരു എക്സ്പെർട്ടീസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കാരണം അവർക്ക് അവരുടെ ഫീസ് സ്ട്രക്ചർ കൂട്ടാൻ സാധിക്കും. ഞാനും കൂട്ടിയ ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് ഞാനത് തെറ്റ് പറഞ്ഞു, ഞാൻ എക്സ്പെർട്ട് ആയതുകൊണ്ടല്ല. ഐ എം എ വെരി ലക്കി പേഴ്സൺ, അത്രയേ ഉള്ളൂ. ഐ വാസ് ഒരു അൺഡിസേർവിംഗ് പേഴ്സൺ who was given a senior gown and therefore became very lucky. അപ്പോൾ നമ്മൾ ആ എക്സ്പെർട്ടീസിൻ്റെ ഒരു റെക്കഗ്നേഷൻ അല്ലാതെ അതിൽ കൂടുതലില്ല. പക്ഷേ മനോജ് പറഞ്ഞതിലൊരു വ്യത്യാസമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഒരു ലോയർ ആർഗ്യൂ ചെയ്യുന്നതും സാധാരണ ഒരു വളരെ കോമ്പിറ്റൻറ്റ് സീനിയർ ആർഗ്യൂ ചെയ്യുന്നതും പല റെലംസിലാണ്. യു ക്യാൻ ടേക്ക് ഇറ്റ് ഫ്രം മീ.
കാരണം എക്സ്പീരിയൻസ് മേക്സ് ബെറ്റർ എന്ന് പറയുന്നത് പോലെ അത് പ്രൊഫഷൻ ഏതോ ആയിക്കോട്ടെ. ഇപ്പോൾ ഡോക്ടേഴ്സിനിടയിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സിനെ തന്നെയാണ് നമ്മൾ എപ്പോഴും റെക്കഗ്നൈസ് ചെയ്യുക. ലോയേഴ്സും അങ്ങനെയാണ്. അത് 1991 തുടങ്ങിയ പ്രാക്ടീസ് തുടങ്ങിയ ഞാനല്ല, ഇപ്പോൾ 2024 ജനിക്കുന്ന ഞാൻ. മൈ എക്സ്പീരിയൻസ് ഹാസ് റിയലി, ഞാൻ പഠിച്ചത് കൂടിയിട്ടോ ഞാൻ തിരിച്ച് ലോ കോളേജിൽ പോയി പഠിക്കുകയോ വേറെ കോളേജ് അറ്റൻഡ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ദാറ്റ് ലൈഫ് എക്സ്പീരിയൻസ് അറ്റ് ദ ബാർ, എക്സ്പീരിയൻസ് അറ്റ് ദ ബെഞ്ച് റിയലി ഗിവ്സ് യു എ ലോട്ട് ഓഫ് എഡ്ജ്. ആ ഒരു എഡ്ജ് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഒരു സീനിയറിനെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ സീനിയർ സാധാരണ നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്ന കേസിന് ഡെഫിനറ്റ്ലി ഒരു നോൺ സീനിയർ, സാധാരണ ഞാൻ എപ്പോഴും അല്ല പറയുന്നത്, നോൺ സീനിയേഴ്സിലും ഡെസിഗ്നേറ്റ് അല്ലാത്ത സീനിയേഴ്സ് ഉണ്ട്, സീനിയർ പ്രായമുള്ള ആൾക്കാർ. അവരും ഇതേപോലെ തന്നെ കേപ്പബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, ദർ ഇസ് വൺ ലോയർ ഇൻ പാലക്കാട് ഹു ഹാസ് ഗോട്ട് ദി ഗിന്നസ് ബുക്കിൽ വന്നു കഴിഞ്ഞു, PV മേനൻ. ഈസ് 74 കൊല്ലം പ്രാക്ടീസ് ചെയ്തു. ഞാൻ 56 കൊല്ലം ജീവിച്ചിട്ടുള്ളൂ. അദ്ദേഹം 74 കൊല്ലം പ്രാക്ടീസ് ചെയ്തു. ഹി ഈസ് ടേണിംഗ് 99 നെക്സ്റ്റ് ഇയർ. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ഉള്ള അദ്ദേഹത്തിന് നാച്ചുറലി ഫീ സ്ട്രക്ചർ എപ്പോഴും കൂട്ടി പറയാൻ സാധിക്കുമായിരിക്കും. പക്ഷേ ഒരേ കാര്യമാണ് 2 ലോയേഴ്സ് പറഞ്ഞതെങ്കിൽ ആ പ്രസൻറ്റ് ചെയ്തതും സെയിം ആണെങ്കിൽ, ഒരു ജഡ്ജ് ഒരു സീനിയറിനെ ഫേവർ ചെയ്തു എന്നാണെങ്കിൽ ആ ജഡ്ജ് അവിടെ ഇരിക്കാൻ ചിലപ്പോൾ യോഗ്യനല്ല എന്നേ ഞാൻ പറയുള്ളൂ. പക്ഷെ അങ്ങനെയല്ല സത്യാവസ്ഥ. സീനിയർ വരുന്ന സമയത്ത് ആ പെർട്ടിക്കുലർ കേസിൻ്റെ അതിൻ്റെ വിസിസിറ്റ്യൂഡ്സ് എന്ന് പറയും, അതിൻ്റെ ലെവൽ അങ്ങ് മാറും. കാരണം അതിനെ വേറെ ലെവലിലേക്കും വേറെ ലെയേഴ്സിലേക്കും എത്തിക്കാൻ സാധിക്കും. അത് ഓരോരുത്തരുടെ കഴിവിൻ്റെ ഒരു ഭാഗമാണ്. അല്ലാതെ ഒരു ഇന്നലെ വരെ ഒരു ലോയർ ആർഗ്യൂ ചെയ്തു, ഇന്നൊരു സീനിയർ വന്ന സമയത്ത് പെട്ടെന്ന് ജഡ്ജി മനസ്സ് മാറി ശരിയാവണം എന്നില്ല. കാരണം ആ സീനിയർ ആയിരിക്കും ആ ജഡ്ജിയുടെ അടുത്ത് ആദ്യമായിട്ട് ഇന്നലെ വരെ പറയാത്ത ഒരു ആംഗിൾ നമ്മളെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ചോദിക്കാൻ ഒരു കാര്യമുണ്ട് സാർ, ഈ ലീഗൽ ഫീസ് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനെ താങ്ങാവുന്നതിനപ്പുറമാവുന്നു ചില കേസുകളിൽ. സാർ പറഞ്ഞ എക്സ്പീരിയൻസ്, അതിന് വാങ്ങുന്ന ഫീസ് വളരെ ഡിസ്പ്രപ്പോർഷനറ്റ് ആയി പോകുന്നുണ്ട്. നീതിയുടെ ഒരു കടലാസിന് വേണ്ടി കേഴുന്ന ഒരാൾക്ക് എത്രമാത്രം താങ്ങാനാവുന്നുണ്ട്. ഒരു ചോദ്യത്തിന് ശേഷം ഐ വുഡ് ലൈക്ക് ടു ഗീവ് ദ ഓഡിയൻസ് മോർ ടൈം, ബിക്കോസ് നോർമലി നമ്മൾ 15 മിനിറ്റാണ്. ഐ വോണ്ട് ടു ഗീവ് മോർ ടൈം ടു ദ ഓഡിയൻസ്. ആ ചോദ്യം സാർ, സുപ്രീം കോർട്ടിൽ 65 വയസ്സാണ് വിരമിക്കൽ പ്രായം, ഹൈക്കോർട്ടിൽ 62 ആണെന്ന് എൻ്റെ അറിവ്. അത് കുറച്ചുകൂടി കൂട്ടേണ്ടതല്ല. കാര്യം ഒരാൾ ജഡ്ജായി കഴിഞ്ഞാൽ 12 വർഷം 10 വർഷം ഒക്കെയാണ് മാക്സിമം കിട്ടുന്നത്. ഇത്രയും സാറ് പറഞ്ഞ മാതിരി ഡോക്കറ്റ് എക്സ്പ്ലോഷനുള്ള ഒരു നാട്ടിൽ is it justified? Don't you think that the retirement age should be like about 70 or 75? ദിസ് ഇസ് എ വെരി കണ്ടൻഷ്യസ് ഇഷ്യൂ. അതിലേക്ക് കടക്കാതിരിക്കാൻ കാരണം ഞാൻ 62 ആവാത്തതുകൊണ്ടാണ്. റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് പറഞ്ഞാൽ നിങ്ങൾ കോൺട്രവേഴ്സി ഉണ്ടാവില്ല. ബട്ട് അതല്ല പോയിന്റ്. നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസിയും നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫും വല്ലാതെ വ്യത്യാസം വന്നു കഴിഞ്ഞു. ഇന്ന് തമാശയ്ക്കാണെങ്കിൽ നമ്മൾ പറയും പുതിയ ഷഷ്ടബ്ദ പൂർത്തി എന്ന് പറയുന്ന 80-ആം വയസ്സോ അല്ലെങ്കിൽ 84. നമ്മൾ പണ്ട് ശതാഭിഷേകം എന്നൊക്കെ പറയുന്ന 84ഒക്കെയാണ് നമ്മൾ. ഇന്ന് 60 ആയാൽ നമുക്ക് മനസ്സിലാവുക പോലുമില്ല ആരാണ് ഇതിൽ 60 എന്നുള്ളത്. സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക പോലും ചെയ്യില്ല. അപ്പോൾ നമ്മുടെ ലൈഫിൻ്റെ ഒരു രീതി മാറി. 60 ഒരു പ്രായമേ അല്ലാണ്ടായി കഴിഞ്ഞിരുന്നു. ഞാനിത് പറയുമ്പോൾ അത് വലിയൊരു കോൺട്രവേഴ്സിയിലേക്ക് പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ വളരെ ടെമ്പേർഡായിട്ട് സംസാരിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും റിട്ടയർമെൻറ്റ് ഏജ് ജുഡീഷ്യറിയിൽ മാത്രമല്ല, വേറെവർ ഇറ്റ് ഇസ് നോട്ട് വെരി ഹൈ. അപ്പോൾ അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു റിഫ്ലക്ഷൻ, അതിൻ്റെ എക്സ്റ്റൻഷനാണത്. നമ്മുടെ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ക്വാളിറ്റി കൂട്ടുന്നത്. ക്വാളിറ്റേറ്റീവ്ലി നമ്മൾ ബെറ്റർ ആവുന്ന എക്സ്പീരിയൻസിലാണ്. നമുക്കൊരു എക്സ്പീരിയൻസ്, ഞാനൊക്കെ ശരിക്കും ഒരു ജഡ്ജായിട്ട് ഞാൻ നല്ല എക്സ്പീരിയൻസിൽ ഐ എം എ ഗുഡ് ജഡ്ജ് എന്ന് എനിക്ക് ഗുഡ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു ടോളറബിളി ഓക്കെ ജഡ്ജ് എന്ന് എനിക്ക് തോന്നണമെങ്കിൽ മേ ബി ഐ ഷുഡ് പുട്ട് ഇൻ അനദർ 5 or 6 years. എനിക്കുള്ള സമയം അതാണ്. എനിക്ക് ടോട്ടലി 14 yearsന് അടുത്താണ് കിട്ടുന്നത്. സോ ഈ 14 കൊല്ലമൊക്കെ കഴിയുമ്പോഴായിരിക്കും എനിക്ക് പോലും തോന്നുന്നത് ഐ എം ഓക്കെ, ഞാൻ ഈ ജോലിക്ക് തെറ്റില്ല എന്ന് എനിക്ക് തോന്നണമെങ്കിൽ ആ ഒരു സമയകാലം കിട്ടണം. പക്ഷെ പല ആൾക്കാർക്കും കിട്ടാറില്ല. There are judges who get 2 years, there are judges who get 5 years, there are judges who get 6 years. സത്യം പറഞ്ഞാൽ ഒരു ഇൻ്റലക്ച്വൽ ട്രഷർ വേസ്റ്റ് ആവുകയാണോ എന്നുള്ളത് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അതിനോട് ചേർന്നിട്ട് അതിൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിലൊന്നും ഒരു ശരി തെറ്റില്ല. ഇതിന് മിഡ് വേയിലാണ് എവിടെയൊക്കെയോ കാര്യങ്ങൾ കിടക്കുന്നത്. ഓവർ ദ ടൈം അത് മാറിക്കൊണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഐ തിങ്ക് വിത്ത് ദി ന്യൂ 2014 കഴിയുമ്പോൾ വിത്ത് ന്യൂ പെൻഷൻ സ്കീം ഐ തിങ്ക് എല്ലാം 60 ആവും തോന്നുന്നുണ്ട് അല്ലേ? ജനറലി 60 ആവും. നിങ്ങൾ ഓരോരുത്തരെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ചതും ചോദിച്ചത്. ഇതുവരെ കുറേയേറെ സംശയങ്ങൾ കാണാം. ദയവായ ചോദ്യങ്ങളിലേക്ക് കടക്കാം. കൂടുതൽ സമയം അതിനാണ് നമ്മൾ ഓഡിയൻസിലേക്ക് നീക്കി വെച്ചത്. വരാം. നമ്മൾ ഒരു മൈക്ക് കൂടി ഇത് പറഞ്ഞോളൂ സാർ. ഒരു സംശയമുള്ളത്, സാധാരണ എൻ്റെ ഒരുപാട് വക്കീൽ സുഹൃത്തുക്കൾ പറയാറുണ്ട് ഈ കേസ് വരുന്നത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ മുമ്പിലാണ് സൂക്ഷിക്കണം, വല്ലാതെ ശ്രദ്ധിക്കാതൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ട് കളയുന്നത്. സോ യു ആർ വെൽ റെസ്പെക്റ്റഡ് ഇൻ ലീഗൽ സർക്കിൾസ്. പക്ഷേ സാർ,
ഇപ്പോൾ സാറ് റോഡിൽ കുഴികളൊന്നും ഉണ്ടാവരുതെന്ന് സാറ് വിധിച്ചു. ഇപ്പോഴും റോഡിൽ കുഴികളുണ്ട്. സാറ് നോക്കുകൂലി കർശനമായിട്ട് നിരോധിക്കണമെന്ന് വിധിച്ചു. പക്ഷെ ഇപ്പോഴും നോക്കുകൂലി വാങ്ങുന്നുണ്ട്. നമ്മൾ പരാതി പറയാൻ പോലും പേടിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സാർ ഈ പോലീസുകാർ എടാപ്പാടാന്ന് വിളിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ ഇന്നും പോലീസുകാർ എടാപ്പാടാന്ന് വിളിച്ചിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുകയാണ്. കാരണം വിളിക്കുന്നത് അതിലും മോശമാണ്. അപ്പോൾ ഇത് പോലീസ് ഇത് വീണ്ടും വീണ്ടും ഇതേ തെറ്റുകൾ വരുന്നു, വീണ്ടും വീണ്ടും ഇതേ വിധികൾ വരുന്നു. ഇതിൽ ജുഡീഷ്യറിക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ? ഇത് ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ചോദ്യം, അതുകൊണ്ട് ഐ എം നോട്ട് സർപ്രൈസ്ഡ്. ഇങ്ങനെ നമ്മൾ ഒരു സ്വീപ്പ് ഓഫ് ദി ഹാൻഡിൽ എല്ലാം ശരിയാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ എന്നും ആലോചിക്കാറുണ്ട്. അതല്ല, സാധ്യമല്ല. അതിന് പല പല ഫാക്ടേഴ്സ് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ ഡിക്ലറേറ്ററി റിലീഫ്സ് കൊടുത്തു കഴിയുമ്പോൾ ഞാൻ ഈ പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഐ വാണ്ട് ദ പബ്ലിക് വോയിസ് ടു ബി നൗ ഹേർഡ്. കേരളത്തിൽ നമ്മൾ ഏറ്റവും പ്രബുദ്ധരാന്ന് പറയുന്ന നമ്മുടെ ഇടയിൽ പോലും ഈസ് ദ റിയലി എ പബ്ലിക് വോയിസ്? നിങ്ങൾക്ക് ക്യാൻ യു ക്രോസ് യുവർ ഹാർട്ട് ആൻഡ് ടെൽ മീ ദർ ഇസ് എ പബ്ലിക് വോയിസ്? ഇവിടെ ഒരു കുഴി കണ്ടാൽ അത് എല്ലാവർക്കും ബാധകമാണെന്നും അത് നമ്മളിൽ ഓരോരുത്തരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് ഒരു കളക്റ്റീവ് വോയിസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഗുണമാണ് ഇവിടെയുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ് അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുന്നത്. അപ്പോൾ എന്ത് വന്നാൽ, ഇപ്പോൾ നിങ്ങളെ നേരത്തെ പറഞ്ഞു ഒരാൾ നിങ്ങളെ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞു. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ ഒറ്റയ്ക്ക് ആ കേസ് നടത്തേണ്ടി വരും. അതിൻ്റെ ദൂഷ്യവും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ അതിൻ്റെ എല്ലാ ദോഷവശങ്ങളും നിങ്ങൾ എടുക്കേണ്ടി വരും. നിങ്ങൾ ചിലപ്പോൾ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് ഉള്ള ഭയം ഉണ്ടാവുമായിരിക്കും. നിങ്ങൾക്ക് വീട്ടിൽ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല, കാരണം യു ആർ ഫൈറ്റിംഗ് എ ലാർജർ ഫോഴ്സ് എന്ന് വിചാരിക്കുന്നുണ്ടാവാം. അതെന്തുകൊണ്ടാണ്? ദാറ്റ് ഇസ് ബിക്കോസ് യു ആർ ഐസൊലേറ്റഡ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കോടതിയിൽ വരാൻ ധൈര്യമില്ല. നേരത്തെ താങ്കൾ പേടി എന്നുള്ളൊരു വേർഡ് ഉപയോഗിക്കുകയും ചെയ്തു എന്ന് ഞാൻ കേട്ടു. ഭയം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നമ്മൾ പല ആൾക്കാരും ജീവിക്കുന്നത്. വൈ? നമ്മൾ ഇത്രയും സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ട് ആ ഭയം നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കുന്നില്ല? വൈ ഇസ് ഇറ്റ് ദാറ്റ് വി ഫീൽ ദാറ്റ് നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്കുള്ളൊരു വാറാണ് ഫൈറ്റ് ചെയ്യേണ്ടി വരിക എന്നത് എന്തുകൊണ്ട് വിചാരിക്കുന്നു? വെൻ ദ കോർട്സ് മേക്ക് എ ഡിക്ലറേഷൻ ഇറ്റ് ഇസ് ഫോർ എ പബ്ലിക് വോയിസ്. അല്ല എന്ന് പറയാൻ പറ്റുമോ? ഒരു പോലീസ് ഓഫീസർ, എല്ലാ പോലീസ് ഓഫീസേഴ്സും അല്ല, 99 അല്ലെങ്കിൽ 90% പോലീസ് ഓഫീസേഴ്സ് നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഐ എം ഓൾസോ പ്രൊട്ടക്റ്റഡ് ബൈ ദ പോലീസ്. പക്ഷേ ഞാൻ ക്രിട്ടിക്കലാവുന്നത്, ഇന്ന് ഞാൻ കുട്ടികളോട് പറഞ്ഞു, സ്റ്റുഡൻറ്റ് കാഡറ്റ് പോലീസ് കുട്ടികളോട് ഞാൻ പറഞ്ഞു, ഐ സെഡ് വാട്ട് ഐ സോ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഹാൾ വാസ് എ ഹയസ്റ്റ് ഐഡിയൽസ് ഓഫ് പോലീസിങ്. അവിടെ കുട്ടികളുടെ കൂടെ പോലീസുകാർ അവരുടെ അങ്കിൾസായിട്ടോ അവരുടെ ചേട്ടന്മാരായിട്ടോ അവരുടെ ചേച്ചിമാരായിട്ടോ അവർ മിക്സ് ചെയ്യായിരുന്നു. ഒരു കുട്ടിക്ക് അവിടുത്തെ പോലീസുകാരോട് പേടിയുണ്ടായിരുന്നില്ല. ദ ടോപ്പ് റാങ്കിങ് IPS ഓഫീസേഴ്സ് ഇന്ന് അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ടും അങ്ങനെയാണ് മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ അഗെയിൻ ദാറ്റ് ഇസ് എൻ ഐഡിയലിസം ദാറ്റ് വി ആർ ലുക്കിംഗ് അറ്റ്. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ ഇനിയിപ്പോൾ റോഡിൻ്റെ നമ്മൾ ഡിക്ലറേറ്ററി വന്നു കഴിഞ്ഞു, റോഡിൽ കുഴി പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു എന്ന് പറയുന്നു. ഐ ഹവ് മേഡ് ദ കളക്ടർ റെസ്പോൺസിബിൾ. പക്ഷേ എന്തുകൊണ്ട് അത് നടക്കുന്നില്ല? കളക്റ്റീവ് വോയിസ് വരുന്നില്ല. ഇങ്ങനത്തെ ഒരു കോൺക്ലേവിന് എന്തെങ്കിലും ഒരു ശരിക്കും മീനിങ് വരണമെങ്കിൽ ലെറ്റ് us എയിം ഫോർ എ കളക്റ്റീവ് വോയിസ്. ലെറ്റ് us തിങ്ക് അബൌട്ട് എ കളക്റ്റീവ് വോയിസ്. കോൾ ഫോർ ഇറ്റ്. നമ്മൾ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിന് വേണ്ടി ജീവിക്കാതെ ലെറ്റ് us ഗോ ഫോർ എ കളക്റ്റീവ് വോയിസ്. ഐ വിൽ ബി ഇൻ ഫ്രണ്ട് വെൻ ഐ ഫിനിഷ് മൈ കരിയർ. നമസ്കാരം സർ. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു വിധിയുടെയോ അല്ലെങ്കിൽ ഒരു ഇടക്കാല വിധിയുടെയോ ഒന്നും ഭാഗമല്ലാതെ വാദം കേൾക്കുന്ന സമയത്ത് നടത്തുന്ന പരാമർശങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ പരാമർശങ്ങൾ വലിയ ചർച്ചയാവാറുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഒരു ഇടക്കാല വിധിയുടെയോ വിധിയുടെയോ ഭാഗമായി വരാറില്ല. അങ്ങനെയുള്ള ഒരു പരാമർശങ്ങൾ സർ അനീതിയല്ലേ സർ? ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു അനീതിയല്ലേ അത്? ഈ പരാമർശങ്ങൾ എനിക്ക് താങ്കൾ പറഞ്ഞതിൻ്റെ ഫുൾ ഇമ്പാക്റ്റ് മനസ്സിലായിട്ടില്ലെങ്കിലും നമ്മളൊരു ഗിവ് ആൻഡ് ടേക്കിലാണ് കോടതി പോകുന്നത്. എപ്പോഴും സംസാരിക്കുന്ന സമയത്ത് ലോയേഴ്സ് പറയുന്നതിന് റെസ്പോണ്ട് ചെയ്യാതിരിക്കാം കോടതികൾ ചോദ്യം ചോദിക്കുമ്പോൾ ലോയേഴ്സ് റെസ്പോണ്ട് ചെയ്യുമായിരിക്കും. ലോയേഴ്സിൻ്റെ റെസ്പോൺസ് ചിലപ്പോൾ പബ്ലിക് ഡൊമൈനിലേക്ക് അധികം വരുന്നുണ്ടാവില്ലായിരിക്കാം. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾ കോടതിയിൽ വന്നു നോക്കൂ. ഇപ്പോൾ ഒരു ഓപ്പൺ കോർട്ട് സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നത്. ഇറ്റ് ഇസ് കോൾഡ് നമ്മൾ ഹൈബ്രിഡ് കോർട്ട് എന്ന് പറയും. ഇറ്റ് ഇസ് ഓൾ അവൈലബിൾ ഓൺലൈൻ. എൻ്റെ കോടതി 5A ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സൈറ്റിൽ പോയിട്ട് എൻ്റെ കോടതി ക്ലിക്ക് ചെയ്താൽ, പക്ഷേ സൂം ആയതുകൊണ്ട് എന്തോ ഒരു 500 പേരോ എന്തോ ഒരു കണക്കുണ്ട്, അത് ഒഴിച്ചാൽ നിങ്ങൾക്ക് സ്പേസ് ഉണ്ടെങ്കിൽ കയറാം. യു വിൽ സീ നമ്മൾ ചോദിക്കുന്നതും ആൻസർ ചെയ്യുന്നതും വളരെ നമ്മൾ സംസാരിക്കുന്നത് പോലെയാണ് അവിടെ നടക്കുന്നത്. കാര്യമായിട്ടുള്ള ഒരു ഫോർമാലിറ്റിയും ഇല്ലാതെ, ബിക്കോസ് ഇറ്റ് ഇസ് ജസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹ്യൂമൻ ഇഷ്യൂ ആണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ജഡ്ജ് ഇത് ചോദിച്ചു, അതിൻ്റെ ആൻസർ ലോയർ പറഞ്ഞോ അല്ലെങ്കിൽ ലോയർ പറഞ്ഞതിൻ്റെ റെസ്പോൺസിലാണോ ജഡ്ജ് പറഞ്ഞതെന്നുള്ളത് സത്യം പറഞ്ഞാൽ പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവണം എന്നില്ല. അറ്റ്ലീസ്റ്റ് പ്രസ് നോക്കുന്നത് ജഡ്ജ് എന്ത് പറഞ്ഞു എന്നുള്ളത് മാത്രമായിരിക്കാം, കാരണം ലോയേഴ്സ് പറയുന്നത് അത്ര ക്ലിയർ ആവണം എന്നില്ല. സെക്കൻഡ്ലി, ഈ പരാമർശങ്ങൾ ഇൻ്ററിം ഓർഡേഴ്സിൽ ഇല്ല എന്ന് എന്നോട് ഇതിനു മുമ്പ് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്.
ദാറ്റ് ഈസ് ബിക്കോസ് യു ഡോണ്ട് റീഡ് മൈ ഇൻ്റർവ്യൂ ഓർഡേഴ്സ്, അല്ലെങ്കിൽ എന്നല്ല ഏത് ഇൻ്റർവ്യൂ ഓർഡറും. ആ കോടതിയിൽ പറയുന്നത് വേർഡ് ബൈ വേർഡ് അല്ലെങ്കിലും ആ കോടതിയിൽ പറയുന്നതിൻ്റെ അന്തസത്ത എല്ലാ ഉത്തരവുകളും ഉണ്ടാവും. ഏതെങ്കിലും ഒരു ഉത്തരവ് നിങ്ങൾക്ക് അല്ലാന്ന് എന്നെ കാണിച്ചു തന്നാൽ ഐ വിൽ ബി ഏബിൾ ടു മേക്ക് റീകോമ്പൻസ്. ബട്ട് ഐ എം ടെല്ലിങ് യു, നമ്മൾ ആ കോടതിയിൽ ഇപ്പോൾ നമ്മളിവിടെ ഇത്രയും സംസാരിച്ചു, ഈ സംസാരിച്ചത് മുഴുവൻ നമ്മൾ സംക്ഷിപ്തമായിട്ട് ഞാൻ മനോജിനോട് എഴുതി തരാൻ പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും സംസാരിച്ചതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് അല്ല എനിക്ക് കിട്ടാൻ പോകുന്നത്. അതിൻ്റെ ഒരു പ്രസി ഫോമിൽ അതിൻ്റെ ഒരു എസെൻസാണ് നമുക്ക് തരാൻ പോകുന്നത്. ആ എസെൻസിൽ ഇവിടെ നടന്നിരിക്കുന്ന ഓരോ കാര്യത്തിൻ്റെയും ഒരു അന്തസത്ത ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് എൻ ഓർഡർ. ബിക്കോസ് ഒരു ലിറ്റിഗേഷൻ നോക്കൂ, ഒരു കേസിൻ്റെ ഹിയറിംഗ് ചിലപ്പോൾ ഇറ്റ് മൈറ്റ് ഗോ ഫോർ അവേഴ്സ്, ചിലപ്പോൾ 1 മണിക്കൂർ, അരമണിക്കൂർ, 3/4 മണിക്കൂർ, ചിലപ്പോൾ 2-3 മണിക്കൂറും പോകും. എൻ്റെ കരിയറിൽ ഞാൻ ഏറ്റവും അവസാനം ആർഗ്യൂ ദ മാറ്റർ ആസ് എ ലോയർ 13 ദിവസമാണ് ഞാൻ ആർഗ്യൂ ചെയ്തത്. 13 days വി ആർഗ്യൂ. ഞാനും ഇന്ന് അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജാണ്, ജസ്റ്റിസ് KV വിശ്വനാഥൻ. ജസ്റ്റിസ് വിശ്വനാഥനും ഞാനും കൂടെ ഹൈക്കോടതി, കേരള ഹൈക്കോടതിയിൽ ജസ്റ്റിസ് അശോക് ഭൂഷൻ്റെ ബെഞ്ചിൻ്റെ മുമ്പിൽ 13 ദിവസമാണ് ആർഗ്യൂ ചെയ്തത്. എൻ്റെ അവസാനത്തെ കരിയറിലെ കേസായിരുന്നു ആസ് എ ലോയർ. അത് മുഴുവൻ ആ ജഡ്ജസിനോട് എഴുതി വയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. സോ ദെയർഫോർ വാട്ട് വി ഡു ഇസ് വി ഡു അതിനെ ഒരു സംക്ഷിപ്തമായിട്ടാണ് നമ്മൾ കോടതിയിൽ പറയുക. ആൻഡ് ടേക്ക് ഇറ്റ് ഫ്രം മീ, ഐ ഡോണ്ട് നോ വൈ ദിസ് ഇംപ്രഷൻ കംസ്. കോടതിയിൽ പറയുന്നത് ഓർഡറിലില്ല, തെറ്റ്. കോടതിയിൽ പറയുന്നത് മുഴുവൻ ഓർഡേഴ്സിലുണ്ട്, ഉണ്ടാവ്. ആൻഡ് ആ ഓർഡർ വായിക്കാത്തതുകൊണ്ടായിരിക്കാം താങ്കൾക്ക് അങ്ങനെ തോന്നിയത്. ഹായ് സർ, പ്ലഷർ ടു ബി ഹിയർ. എനിക്ക് 2 ചെറിയ ചോദ്യങ്ങളാണ്. ഒന്ന്, ഒരു ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ്, റോഡ്സിൽ ബോർഡ് വെക്കാൻ പാടില്ല, പബ്ലിക് ഈ പരസ്യങ്ങൾ. ഇപ്പോൾ ഞാനൊരു ഓൺടർപ്രണറാണ്. നമ്മൾ പലപ്പോഴും കോർപ്പറേഷനിൽ ടാക്സ് അടച്ച് വെക്കുന്ന ബോർഡ്സ് എല്ലാം എടുത്തുകൊണ്ട് പോകും. പക്ഷേ ഏത് ചെറിയ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ചെറിയൊരു ഇലക്ഷൻ ജയിച്ചാലും അവർ മുഴുവൻ ബോർഡാണ്. ആൻഡ് ഇറ്റ്സ് ഓൾസോ ഡാമേജിങ് ദ ബ്യൂട്ടി ഓഫ് അവർ സിറ്റി. രണ്ടാമത്തെ കാര്യം, ഈ സുപ്രീം കോടതി ബീക്കൺസ് ബാൻ ചെയ്തപ്പം വളരെയധികം സന്തോഷിച്ച ഒരാളാണ് ഞാൻ. പൊളിറ്റീഷ്യൻസിനെ എല്ലാം ബീക്കൺസ് ബാൻ ചെയ്തപ്പോൾ, എക്സെപ്റ്റ് ഫോർ സർട്ടൻ സെഗ്മെൻറ്റ്. ഇപ്പം ഓരോ പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തി കൈമാറിയാണ് പലരും യാത്ര ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി പൊതുജനം മുഴുവൻ ബ്ലോക്ക് പെട്ട് കിടക്കുവാണ്. അപ്പോൾ ഇതിന് എന്താണ് നമുക്കൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം? സത്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു ഡോർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇറങ്ങി ഓടിയനെ. ഡോറില്ല, മനോജ് സൈഡിലും. മനോജ് നല്ല തെറ്റില്ലാതെ എന്നെ പിടിച്ചു നിർത്തും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ബോർഡിൻ്റെ കാര്യം ഇറ്റ്സ് എൻ ഓൺ ഗോയിങ് കേസ്. ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യുന്ന കേസാണ്. ഐ വിൽ നോട്ട് വോണ്ട് ടു സ്പീക്ക് അബൌട്ട് ഇറ്റ് ബിക്കോസ് എൻ്റെ ഓർഡേഴ്സ് വിൽ കം ആൻഡ് യു വിൽ പോസിബിളി അണ്ടർസ്റ്റാൻഡ് മൈ ഓർഡേഴ്സ്. സെക്കൻഡ്ലി, നമ്മൾ ഈ ബ്ലോക്കിൽ മൂവ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഈ ബീക്കൺ ലൈറ്റ് പൊളിറ്റീഷ്യൻസിന് മാത്രമല്ല എല്ലാവരിൽ നിന്നും മാറ്റി, ഫ്രം ദ പ്രൈം മിനിസ്റ്റർ ഡൗൺ ടു എവറിബഡി എല്ലാവരെയും മാറ്റി വെച്ചത്. അതൊരു ഈക്വാളിറ്റി ക്രിയേറ്റ് എന്നുള്ളൊരു പ്രിൻസിപ്പിളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ മറികടക്കാൻ ഇതിപ്പോൾ നമ്മൾ ബന്ദ് അവോയ്ഡ് ചെയ്യുമ്പോൾ ഹർത്താൽ വരുന്നു എന്ന് പറയുന്ന പോലെയുള്ളൂ. അതിന് ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യും, അത്രയേ ഉള്ളൂ. അതിപ്പോൾ എന്ത് ചെയ്യാൻ? കളക്റ്റീവ് വോയിസ്, വി ആർ ടോക്കിംഗ് അബൌട്ട് കളക്റ്റീവ് വോയിസ് അഗൈൻ. സാർ ഹായ്, അഖിൽ ചോദിക്കുന്നത്, നമ്മുടെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി. അപ്പോൾ സുപ്രീം കോടതിയുടെ ഇന്നത്തെ പല ജഡ്ജ്മെൻറ്റുകളും ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ്, എല്ലാ ജഡ്ജ്മെൻറ്റും പറയുന്നില്ല, ചില ജഡ്ജ്മെൻറ്റുകൾ ചില വിധേയപ്പെട്ടുകൊണ്ടുള്ള ജഡ്ജ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. അയോധ്യ കേസ് നമുക്ക് നോക്കാം. അതുപോലുള്ള വിധേയപ്പെട്ടുകൊണ്ടുള്ള ജഡ്ജ്മെൻറ്റൽ നമ്മുടെ നാട്ടിൽ ഇന്നത്തെ സുപ്രീം കോടതി ജസ്റ്റിസുമാർ പോലും നടത്തുന്നു. അതിന് കാരണം ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണകൂടത്തിൻ്റെ ഭീകരതയിൽ അവരിലുള്ള ഭയം കൊണ്ടാണോ അങ്ങനെയുള്ള ജഡ്ജ്മെൻറ്റുകൾ നടത്തുന്നത്? ജസ്റ്റിസ് ലോയാവധമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതിനൊക്കെ പേടിച്ച് ആ ഒരു പേടിയൊക്കെ ഉള്ളത് കൊണ്ടാണോ പല ജഡ്ജ്മെൻറ്റുകളും ഇങ്ങനെ ഭരണകൂടത്തിന് വിധേയപ്പെട്ടുകൊണ്ട് നടത്തുന്നത്? ഈ ഒരു ഭയം നീതിപീഠത്തിന് ഇന്നുണ്ടോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഉറപ്പായിട്ടും ഇല്ല, എനിക്ക് യാതൊരു സംശയവുമില്ല, അങ്ങനെ ഒരു ഭയമില്ല. പിന്നെ ഓരോ ജഡ്ജ്മെൻറ്റും നമ്മുടെ പ്രിസത്തിൽ നിന്നാണ് നമ്മൾ എപ്പോഴും ഇൻറ്റർപ്രറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതാണ് ശരിയെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണത്. കാരണം നിങ്ങൾ പറയുന്ന ഇതേ വ്യൂ ആയിരിക്കണം എന്നില്ല മറ്റൊരാളുടെ വ്യൂ. പക്ഷേ ഒരു വളരെയധികം വലിയ ഇൻടോളറൻസ് നമ്മൾ കാണുന്നുണ്ട്. ഐ തിങ്ക് ഒരു മൂവിയെ പറ്റിയാന്ന് തോന്നുന്നു, ഒരു ആഴ്ച മുമ്പ് ഞാൻ എഴുതിയിരുന്നു, വൈ ഷോ ദിസ് ഇൻടോളറൻസ് ഞാൻ ചോദിച്ചിരുന്നു. മറ്റൊരാളുടെ വ്യൂ പോയിന്റിലോട്ട് നമുക്ക് എന്തിനാ ഇൻടോളറൻസ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാറില്ല. ജഡ്ജ്മെൻറ്റ് ഈസ് ആഫ്റ്റർ ഓൾ എൻ ഒപ്പീനിയൻ. ആ ഒപ്പീനിയൻ ഇസ് ഫോർ ദ പബ്ലിക് ടു ഡിസേൺ. സുപ്രീം കോടതിയെ പറ്റി ഞാൻ പറയാൻ ആരുമല്ല, ആൻഡ് ഐ എം നോട്ട് ഗോയിങ് ടു ഡിസ്കസ് എനിത്തിങ് വിത്ത് ദ സുപ്രീം കോർട്ട്. അല്ലെങ്കിൽ പക്ഷേ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, വെൻ ജഡ്ജ്മെൻറ്റ്സ് ആർ ഇൻ പബ്ലിക് ഡൊമെയിൻ, അത് ജനങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുവാനും ജനങ്ങൾക്ക് അവരുടെ ഒപ്പീനിയൻസ് അവർക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാനുമുള്ള ഒരു ഏറ്റവും വലിയൊരു മാർഗം തന്നെയാണ്. പ്ലീസ് യൂസ് ഇറ്റ് ഇൻ ദാറ്റ് ഫാഷൻ. പ്ലീസ് ഗോ അഹെഡ്. നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾക്ക് വേണ്ടിയാണ് സമയം തന്ന് ചുരുക്കി ചോദിക്കുക. ഒരു ചോദ്യം ചോദിക്കുക. നമസ്കാരം സാർ. ഇവിടെ ഞാൻ ഒരു റേപ്പ് ആൻഡ് മർഡർ കേസിനെ കുറിച്ചിട്ടാണ് ഞാനൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉന്നയിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പെരുമ്പാവൂരിൽ
ജിഷ റേപ്പ് ആൻഡ് മർഡർ കേസ് നടന്നു. വളരെ ബ്രൂട്ടലായിട്ടുണ്ടായിരുന്ന ഒരു കേസാണ്. ആ കേസ് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇനി ഇതുപോലൊരു മർഡർ കേസ് കേരളത്തിലുണ്ടാവരുതെന്ന്. പക്ഷേ അതിനുശേഷം തുടർച്ചയായിട്ട് 4-5 റേപ്പ് ആൻഡ് മർഡർ കേസ് അതിനേക്കാളും ബ്രൂട്ടലായിട്ട് ഉണ്ടായിട്ടുണ്ട്. എക്സാമ്പിൾ വാളയാർ കേസ്, 9-11 വയസ്സായ കുട്ടികളുടെ സെയിം പാറ്റേൺ ഓഫ് കേസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിലും എന്താണ് നടന്നത്? ഡെർലിക്ഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗത്തും ട്രയൽ നടന്നപ്പോഴും വളരെ ഡെർലിക്ഷനും നെഗ്ലിജൻസും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റിലുണ്ടായിട്ടുള്ള കേസും സെയിം പാറ്റേൺ ആണ് അത്. എന്നിട്ട് ആ കേസ് വിട്ടുപോയപ്പോഴത്തേക്ക് പ്രോസിക്യൂട്ടർ പറയുന്നത് അത് പോലീസ് നന്നായിട്ട് കേസ് അന്വേഷിച്ചില്ല, എവിഡൻസ് കളക്ട് ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കേസ് പഠിച്ചപ്പോഴത്തേക്ക് എന്തുകൊണ്ട് പ്രോസിക്യൂട്ടർ അതിനുള്ള എവിഡൻസ് ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടില്ല? അത് എവിഡൻസ് ഇല്ലായിരുന്നെങ്കിൽ തിരിച്ചു കൊടുക്കണ്ടേ? ആ എവിഡൻസ് കൂടെ കളക്ട് ചെയ്തിട്ട് കോടതിയോട് പറഞ്ഞിട്ട് കേസ് എന്തുകൊണ്ട് തിരിച്ചു കൊടുത്തില്ല? അപ്പോൾ ഇതുപോലുള്ള ഡെർലിക്ഷൻസും നെഗ്ലിജൻസും ഒരു തുടർ കഥ പോലെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന് ഒരു പോംവഴി കണ്ടെത്തണ്ടേ? ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ. ഇതൊരു ഇഫ് യു ആസ്ക് മീ ടു ഇതിനെ ജഡ്ജ് എന്നുള്ള നിലയ്ക്ക് ആൻസർ ചെയ്യാനാണെങ്കിൽ സാധിക്കില്ല. സാധാരണ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ, ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. ദിസ് ഇസ് എക്സാക്ട്ലി സിസ്റ്റംസ് ആർ ആസ് ഗുഡ് ആസ് എ പീപ്പിൾ ഹു മാൻ ഇറ്റ് എന്ന് പറയും. നമുക്ക് സിസ്റ്റംസ് ഉണ്ട്, നമ്മുടെ സിസ്റ്റംസ് ഒന്നും മോശമല്ല. അത് മാൻ ചെയ്യുന്ന ആൾക്കാർ അവർക്ക് അവരുടെ ബോധ്യത്തിൽ ചെയ്യുമ്പോൾ തെറ്റുകൾ വരുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് എവറി സിസ്റ്റം ഈസ് ഓൺലി ആസ് ഗുഡ് ആസ് എ പീപ്പിൾ ഹു മാൻ ഇറ്റ്. ഇതാണ് ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ. നമ്മൾ തന്നെയാണ് നമ്മൾ ആൾക്കാരെ ചൂസ് ചെയ്യേണ്ടത്. നമ്മൾ തന്നെയാണ് നമുക്ക് ഏറ്റവും ക്വാളിറ്റേറ്റീവ്ലി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന ആൾക്കാരെ ചൂസ് ചെയ്യേണ്ടത് നമ്മളാണ്. അത് പബ്ലിക് ഡൊമൈനിലുള്ളൊരു കാര്യമാണ്. ഒരു ജഡ്ജ് എന്നുള്ള നിലയ്ക്ക് ഇത് ആൻസർ ചെയ്യാൻ എനിക്ക് പറ്റൂല. ഞാൻ ഐ എം നോട്ട് സപ്പോസ് ടു ഓൾസോ. സാർ, ആദ്യമേ തന്നെ നിലത്തിരുന്ന ഒരു സ്ത്രീക്ക് നികുതി കൊടുത്തതിന് നന്ദി പറയട്ടെ. എൻ്റെ ചോദ്യം, സാർ, റിട്ടയർമെൻറ്റിന് ശേഷം ജഡ്ജസിന്, അത് സുപ്രീം കോടതിയിലാണ് ഹൈക്കോടതിയിലാണ്, റിട്ടയർമെൻറ്റിന് ശേഷം ജഡ്ജസിന് രാഷ്ട്രീയക്കാർ വേറെ പോസ്റ്റ് കൊടുക്കുന്നു. ഇത് നിഷ്പക്ഷമായ നീതി നിർവഹണത്തിന് തടസ്സമല്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടോ? പല പോസ്റ്റുകൾ ആക്സെപ്റ്റ് ചെയ്യുമല്ലോ. പോസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് അത് ഐ തിങ്ക് ഐ ലാസ്റ്റ് മനോജ് ടു ആൻസർ ഇറ്റ്. ഞാനത് ഒരിക്കലും പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഒരു ഇന്ത്യൻ എന്നുള്ള രീതിയിൽ. അതായത് തലേദിവസം വരെ നീതിപീഠത്തിലിരിക്കുകയും അതിനൊരു ചുരുങ്ങിയ ഒരു ഷെൽഫ് ലൈഫ്, ഒരു കോൾഡ് പീരീഡ് വെക്കണം, ഒരു കൂളിംഗ് പീരീഡ് വെക്കണം. 2-3 വർഷത്തിന് ശേഷമേ ഏതെങ്കിലും ഒരു പൊസിഷൻ ആക്സെപ്റ്റ് ചെയ്യാവൂ. കേരളത്തിലെ ചീഫ് ജസ്റ്റിസ് ആണെങ്കിലും തൊട്ടുപുറകെ വന്ന് ഇവിടെ ഒരു പൊസിഷൻ ആക്സെപ്റ്റ് ചെയ്തു. വ്യക്തിപരമായിട്ടും ഒരു ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിലും ഒരു സോഷ്യൽ ഒബ്സർവർ എന്നുള്ള രീതിയിലും ഞാൻ അതിനെ ഒട്ടും യോജിക്കാത്തൊരു വ്യക്തിയാണ്. ഏത് ജോലിയിൽ നിന്ന് മാറുമ്പോഴും ഞങ്ങളുടെയൊക്കെ ജോലിയാണ് ഒരു കൂളിംഗ് പീരീഡ് വെക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ കൂളിംഗ് പീരീഡ് അത്യാവശ്യമാണ്. ഒരു ചോദ്യത്തിനോട് നമുക്ക് സമയമുള്ളൂ. പ്ലീസ് ഗോ അഹെഡ്. സാർ, എൻ്റെ ചോദ്യം, നമ്മൾ കോടതി മുറികൾ അല്ലെങ്കിൽ കോടതി കെട്ടിടങ്ങൾ ഡിസേബിൾ ഫ്രണ്ട്ലി എന്നാവും? ഒരു വീൽചെയറിൽ വരുന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ കേൾവി പരിമിതിയുള്ള വ്യക്തിക്ക്, കാഴ്ച പരിമിതിയുള്ള വ്യക്തിക്ക് ആരുടെയും സഹായമില്ലാതെ കോടതി റൂമുകളിലേക്ക് എത്താനും അവരുടെ ആ സാക്ഷി പറയാനോ കേസ് നടത്താനോ ഒരു സഹായമില്ലാതെ ഒരു ഡിസേബിൾ ഫ്രണ്ട്ലി എന്നാവും? താങ്കളുടെ പേരെന്താ? ഇറ്റ്സ് എ ബ്രില്യൻറ്റ് ക്വസ്റ്റ്യൻ. രാഹുൽ. താങ്ക് യു രാഹുൽ ഫോർ ഇത്. താങ്കളുടെ ചോദ്യമല്ല, ഇത് എൻ്റെ ചോദ്യമാണ്. ദിസ് ഹാസ് ബീൻ മൈ ക്വസ്റ്റ്യൻ ഫോർ എ ലോങ് ടൈം. അത് കോടതികളിൽ മാത്രമല്ല എൻ്റെ ചോദ്യം. എവറി പ്ലേസ്, വൈ കോർട്സ്, എവറി പ്ലേസ്. ഇന്ന് നമുക്ക് ഹൗ ക്യാൻ വി ഫൈൻഡ് ദാറ്റ് യു ആർ നോട്ട് കേപ്പബിൾ ഓഫ് ആക്സസിങ് എനി ഫെസിലിറ്റി ഫോർ എനി സിറ്റിസൺ? എല്ലാ ഫെസിലിറ്റീസിലും നമുക്ക് വേണം. കോടതികളിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഹൈക്കോടതി മോർ ഓർ ലെസ് ഫ്രണ്ട്ലി ആണ്. താങ്കൾ ഉപയോഗിച്ച വേർഡ് ഞാൻ ഉപയോഗിക്കാറില്ല, ഡി കൊണ്ട് തുടങ്ങുന്ന വേർഡ് ഞാൻ ഉപയോഗിക്കാറില്ല. ബിക്കോസ് എൻ്റെ അഭിപ്രായത്തിൽ താങ്കൾ ആരും അതല്ല. യു ആർ ബെറ്റർ, മച്ച് ബെറ്റർ ദാൻ മോസ്റ്റ് ഓഫ് അസ്. താങ്കളുടെ കഴിവുകൾ ഞങ്ങളെക്കാട്ടിൽ എത്രയോ അധികമായിരിക്കും. സോ ഐ വിൽ നോട്ട് യൂസ് ദാറ്റ് വേർഡ്. നൗ അങ്ങനത്തെ സിറ്റിസൻസിന് വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റീസും കോടതിയിൽ മാത്രമല്ല, ഇറ്റ് ഷുഡ് ബി അവൈലബിൾ എവരിവെയർ. ഞാൻ ചോദിക്കട്ടെ, വൈ നോട്ട് ബസ്സിൽ കയറാൻ സാധിക്കുമോ? ഓട്ടോറിക്ഷകളിൽ പറ്റുമോ? നമ്മുടെ സ്ട്രീറ്റ്സിൽ പറ്റുമോ? ഇദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, ഈ ബോർഡുകളും അതുമൊക്കെ വെച്ചു, നമുക്ക് ആരും വയ്ക്കുന്നതിനോ അവരുടെ മുഖം കാണുന്നതിനോ ഒന്നും നമുക്ക് വിഷമമില്ല. ദിസ് ഇസ് ക്രിയേറ്റിംഗ് സോ മച്ച് ഓഫ് ഹാവക്. നമുക്ക് പെഡസ്ട്രിയൻ ഏരിയസ് ഇല്ല, നമുക്ക് വി ആർ അൺഏബിൾ ടു മൂവ് അറൗണ്ട്.
ഞാനിപ്പോൾ വരുന്ന വഴിയിൽ തന്നെ കണ്ടു ഒരു ബോർഡ്, പഴയ ബോർഡ് പൊട്ടി നിലത്ത് കിടക്കുന്നത് കണ്ടു. ഇറ്റ് ഈസ് ബ്ലോക്കിംഗ് ദ പെഡസ്ട്രിയൻ. ആൾക്കാരെന്താ ചെയ്യുന്നത്? ആ പെഡസ്ട്രിയൻ പാത്ത് പോകാതെ റോട്ടിൽ കൂടെ നടക്കുന്നു. യു ആർ റിസ്കിങ് യുവർ സെൽഫ്. കളക്റ്റീവ് വോയിസ് വരണം. ഇറ്റ് ഇസ് നൗ ടൈം. അദ്ദേഹം ചോദിച്ചതുപോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരുമിച്ച് ചോദിച്ചാൽ ദാറ്റ്സ് എ ഗ്രേറ്റ് വോയിസ്. ആ വോയിസ് ഇല്ല. ഞാനിത് കോടതിയിൽ പറയുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്ര ധൈര്യമായിട്ട് ഇവിടെ പറയുന്നത്. ഐ സേ ഐ വോണ്ട് ദ പബ്ലിക് വോയിസ് ടു അക്കമ്പനി സച്ച് കോസസ്. രാഹുൽ, ബട്ട് ഇഫ് ദർ ഇസ് എനി സ്പെസിഫിക് ഏരിയ വിച്ച് യു ഹാവ് ഷോൺ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് താങ്കൾക്ക്, കോടതികളാണ് ഞാൻ പറയുന്നത്, ഐ എം സോറി ബട്ട് ഐ ഡോണ്ട് നോ, എല്ലാ കോടതിയും ഞാൻ കണ്ടിട്ടില്ല. രാഹുലിന് ഏതെങ്കിലും ഒരു കോടതിയെപ്പറ്റി എവിടെയെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ യു ആർ ഫ്രീ ടു കോൾ മീ ഓർ ടു കോൺടാക്ട് മീ. ഫുള്ളി ഫ്രീ. എന്നെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മനോജിനോട് പറയാം കേട്ടോ. ആൻഡ് വി വിൽ മേക്ക് ഷുവർ. Hi sir, I am Parvati. I am coming from a local, like common village. അവിടെ ശരിക്കും പലർക്കും സമൻസ് എന്താ, FIR എന്താ എന്നൊന്നും അറിയില്ല. ഇപ്പോൾ 20s ആൾക്കാരായാലും ഞങ്ങൾ പൊളിറ്റിയിൽ പഠിച്ചിട്ടുണ്ട് FIR ജസ്റ്റ് ഇൻ എ തിയറിറ്റിക്കൽ മാനർ. പക്ഷേ പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ നമുക്കൊന്നും അറിയില്ല, ഇവൻ കോമൺ പീപ്പിളിന് പോലും. സോ സാറിന് തോന്നിയിട്ടില്ലേ ഇത് ഒരു ലോ ശരിക്കും നമ്മുടെ കരിക്കുലത്തിൽ ഒരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ വരണമെന്ന് സാറിന് തോന്നിയിട്ടില്ലേ? ആബ്സല്യൂട്ട്ലി, ആബ്സല്യൂട്ട്ലി. നമുക്ക് അത് ഈ അബ്സ്ട്രാക്ട് ലോസ് അല്ല ഞാൻ പറയുന്നത്. നമുക്ക് ആവശ്യമുള്ള ആ പ്രൊസീജിയറൽ ലോസും ആ ആക്സസ് ടു ലോ എന്ന് പറയുന്നത്. പാർവതി ചോദിച്ചതിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പാർവതിയുടെ ചോദ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, പാർവതിക്ക് പോലും അറിയാതെ. ഈ ആക്സസ് ടു ജസ്റ്റിസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ, ആക്സസ് ടു ജസ്റ്റിസ്. അത് നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് സുപ്രീം കോടതി ഡിക്ലെയർ ചെയ്തു 2018 എനിക്ക് തോന്നുന്നത്. അനിത കുഷ്വാഹ വേഴ്സസ് പുഷപ്പ് സദൻ എന്ന് പറയുന്ന ഒരു ജഡ്ജ്മെൻറ്റിൽ ആക്സസ് ടു ജസ്റ്റിസ് ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. അപ്പോൾ നാച്ചുറലി നമുക്ക് ആ ആക്സസ് കിട്ടണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആക്സസിന് നമ്മൾ കേപ്പബിൾ ആയിരിക്കണം. പാർവതി പറയുന്നത് ആബ്സല്യൂട്ട്ലി റൈറ്റ് ആണ്. നമ്മുടെ കരിക്കുലംസ് മാറണം. ഈ റീസെൻ്റ്ലി നിങ്ങൾ കണ്ടോന്നറിയില്ല, ഈ പോക്സോനെ പറ്റിയുള്ള ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിസിലാണ് ഈ കരിക്കുലം അത് ആഡ് ചെയ്യാനുള്ള ഒരു ധാരണ വന്നിട്ടുണ്ട്. ബ്രില്യൻ പാർവതി, ഐ ഹോപ്പ് യു വിൽ ബിക്കം എ ലെജിസ്ലേറ്റർ വൺ ഡേ ആൻഡ് നിങ്ങൾ ആ ലോ ഉണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാൻകൈൻഡ് മാസ്കൈൻഡ് ആകുമ്പോൾ പലപ്പോഴും വളരെ വലിയൊരു നിശബ്ദത നമ്മളെ ഗ്രസിക്കുന്നുണ്ട്, നമ്മൾ തുറന്നു പറയാൻ ഭയക്കുന്നുണ്ട്. അതാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നമ്മളായി നിന്നാൽ ഇന്ത്യയിൽ ഒരു മാറ്റത്തിനും ആർക്കും എളുപ്പമാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. താങ്ക് യു ജസ്റ്റിസ്, ഓൾവേസ് എ പ്ലഷർ ടോക്കിംഗ് ടു യു. താങ്ക് യു വെരി മച്ച്. വളരെ നല്ലൊരു ഓഡിയൻസ് ആയിരുന്നു. ഇറ്റ്സ് എ ഗ്രേറ്റ് ഓഡിയൻസ്. ഐ തിങ്ക് യു യോർസെൽഫ് മസ്റ്റ് ഗിവ് യോർസെൽഫ് എ ബിഗ് അപ്ലോസ്. താങ്ക് യു വെരി മച്ച്. ഓവർ ടു മൈ MC. ഒരു കാര്യം കൂടെ പറയാം. താങ്ക് യു മനോജ് ടോക്കിംഗ് ടു മീ എന്ന് പറഞ്ഞെങ്കിലും ഐ മസ്റ്റ് അപ്പോളജൈസ് ടു ഹിം. I never let him talk much. I am a very garrulous person. Sorry for that. That was my strategy. താങ്ക് യു സോ മച്ച് ബോത്ത് ഓഫ് യു. വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷനാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇരുവർക്കും ഞങ്ങളുടെ ഏവരുടെയും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു.